അപ്പൊ ആപ്പ് പ്രൊമോഷൻ എടുക്കാം. അതുപോലെ തന്നെ സെയിൽസിന്റെ ചെയ്യണമെങ്കിലേ ശരിക്കിനെ കാറ്റലോഗ് എന്ന സാധനം സെറ്റ് ചെയ്യണം. അപ്പൊ ഫേസ്ബുക്കിൽ നിങ്ങളെ പേജ് പോയി കഴിഞ്ഞാൽ കാറ്റലോഗ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അന്ന് ഞാൻ ബിസിനസ് യൂട്ട് പറഞ്ഞ സമയത്ത് പറഞ്ഞു കാറ്റലോഗ് സെറ്റ് ചെയ്യാം. അപ്പൊ കാറ്റലോഗ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റും ആഡ് ചെയ്യുക, അതിനെ കുറിച്ച് ഡീറ്റെയിൽസും ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ അതിന്റെ പൈസ കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാറ്റലോഗ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ സെയിൽസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് റെഡി ആക്കി വെച്ചോണ്ടു. സെയിൽസിൽ കുറച്ച് കാറ്റലോഗ് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ആപ്പ് പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ആപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചില ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും, അവരെ ആഡ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ ഓപ്പൺ ആവായിരിക്കും. നമ്മൾ ആക്റ്റീവ് ആവാത്ത യൂസേഴ്സോ അല്ലെങ്കിൽ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ടൈപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതില് ഒന്ന് പുതിയ ആളുകളെ ഓഡിയൻസിനെ കാണിച്ചിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ക്യാമ്പയിന്, അതല്ലെങ്കിൽ നിലവിൽ ഉപയോഗിക്കുന്ന ഓഡിയൻസിന്, അത് ആക്റ്റീവ് ആവാത്ത ഓഡിയൻസിനോ അല്ലെങ്കിൽ അതിന്റെ പുതിയ ഓഫേഴ്സോ അല്ലെങ്കിൽ പുതിയ സബ്സ്ക്രിപ്ഷൻസോ പുതിയ പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തുന്ന ടൈപ്പുള്ള ക്യാമ്പയിന്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അപ്പൊ ഞാനേ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആക്റ്റീവ് കൊടുത്തു കഴിഞ്ഞാലേ ഇത് സെറ്റ് ആവും. ഇനിയുള്ള പ്രാക്ടിക്കൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ഇതിൽ വരും. മറ്റുള്ള ക്യാമ്പയിൻസ് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ടാകാൻ നമ്മൾ വരാം. നമ്മൾ തീരുമാനമാക്കാം. അപ്പൊ ഞാൻ ആപ്പ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്, പിന്നെ സെയിൽസ് കൊടുക്കാം. ഇത് രണ്ടുമാണ് ഇപ്പൊ നിർക്കാനുള്ളത്. ഓക്കെ. അപ്പൊ ഈ ആപ്പിൽ ഇപ്പൊ എന്താ വെച്ചാല് ആപ്പ് നിർബന്ധമാണ്, എന്നാലേ ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിനെ പറയാം. അപ്പൊ മാനുവലില് സെലക്ട് ചെയ്തു, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ ക്യാമ്പയിൻ എടുത്തു. നമ്മൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഒരു ക്യാമ്പയിന് നെയിം കൊടുക്കും. ഞാൻ ഇവിടെ എന്ത് ചെയ്തു, കരിയർ സെർച്ച് എന്നുള്ളൊരു നെയിം എന്ത് ചെയ്തു, ദെൻ ഇവിടെയൊക്കെ സെയിം ആണ്. ഇവിടെ നമുക്ക് ക്യാമ്പയിൻ ടോട്ടൽ ലിമിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ വെച്ചാൽ iOS 14+ നമുക്ക് എന്താ ചെയ്യണോ എന്നുള്ളതാണ്, റീച്ച് ചെയ്യണമെന്ന്. കാരണം അത് അങ്ങനെ ചെയ്യണമെങ്കിലും സെപ്പറേറ്റ് എന്ത് ചെയ്യണം, ഇത് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഈ iOSന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മാക്ക് ആപ്പിൾ ഉണ്ടല്ലോ, ആപ്പിളും ഫേസ്ബുക്കും കുറച്ച് മുമ്പ് എന്ത് ചെയ്തിന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് എന്താ മെറ്റയില് ആളുകളെ ഇൻട്രസ്റ്റും ബിഹേവിയർ അനുസരിച്ച് ആഡ് കാണിക്കൂല എന്നൊക്കെ പറഞ്ഞൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ശേഷം കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഐഫോണിൽ ആഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ഒക്കെ സോൾവ് ചെയ്തു തോന്നുന്നു. അപ്പൊ നമ്മൾ iOS ആണെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാ കൊടുക്കുക, ചൂസ് ദ വൺ പീപ്പിൾ ഇൻസ്റ്റാൾ യുവർ ഡിവൈസ്. ഇവിടെ നമ്മൾ ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് iOSലുള്ള ആപ്പ് ആവണം കേട്ടോ. അതിന് നമ്മളിതിൽ ആദ്യം ആപ്പ് കണക്ട് ചെയ്യണം, എന്നാലാണ് ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, വെബ്സൈറ്റും ആപ്ലിക്കേഷനും ഇതിനായിട്ട് കണക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആദ്യം നമ്മളെ ആപ്പ് നമ്മളെ ഫേസ്ബുക്ക് പേജിനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആഡ് മാനേജറിനായിട്ട് കണക്ട് ചെയ്ത് അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അവിടെ കറക്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എററാകാരം. മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന എങ്ങനെയാ വെച്ചാല് ഏതൊരാളെ ആഡും ആർക്കും എന്ത് ചെയ്യായിരുന്നു, പ്രൊമോഷനും കാര്യമൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവര് അത് പ്രൊമോഷൻ ചെയ്യാനുള്ള ആക്സസ് നമുക്ക് തരണം. ഓക്കെ. അപ്പൊ iOS ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. പിന്നെ നോർമലാണ് AYB, അതുപോലെ അഡ്വാൻറ്റേജ്, ക്യാമ്പയിൻ ബഡ്ജറ്റ്, അതൊക്കെ സെയിം ആണ്. അതിലൊന്നും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആഡ് സെറ്റ് വരുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മളെ കയറി സെറ്റ്, ഇവിടെ നമ്മള് നെയിം കൊടുക്കുന്നു. ഇവിടെ പ്ലേ സ്റ്റോർ ഉണ്ട്, പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ, ഐപാഡ്. ഇവിടെ നമുക്ക് ആഡ് സെറ്റിൽ എന്ത് ചെയ്യാം, ക്യാമ്പയിനിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ആഡ് സെറ്റ് കൊടുക്കുക. ആഡ് സെറ്റിൽ നമ്മൾ ഇപ്പൊ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഒന്നുകിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക, വാട്സപ്പ് ബിസിനസ്. ആപ്സിന്റെ ലിങ്ക് ആണോ? ഇവിടെ നമ്മൾ ആപ്പിന്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആപ്പ് അതിൽ കാണിക്കുമോ?
നമ്മളെ ആപ്പ് നമുക്ക് ആ പേരിലെ ആപ്പ് വേണം. നമുക്ക് ആപ്പ് ഉണ്ടെങ്കിൽ കാണിക്കും. ഇത് പ്ലേ സ്റ്റോറിലാണ്. പ്ലേ സ്റ്റോറിലുള്ള ആപ്പാണ് എന്ത് ചെയ്ത് വരുന്നത്. ഒരു ആപ്പ് ഉണ്ടായിരുന്നു കാണാൻ. കരിയർ സെർച്ച്. ഉം. ഇപ്പൊ ഞാനേ അത് നമ്മളതല്ല. ഞാൻ എന്നാലും എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടോ. ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളതുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കുക. അത് ഇവിടെ നമ്മൾ ഇതിനായിട്ട് കണക്ട് ചെയ്യും വേണം. കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുക. അതായത് അതിൽ എത്ര പേര് രജിസ്റ്റർ ചെയ്തു, പെയ്ഡ് ആണെങ്കിൽ പെയ്ഡ് എത്ര പേര് ചെയ്തു, എത്ര ആൾക്കാർ ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. ഉം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രി ബേസ് ചെയ്തിട്ട് ആപ്പ് പ്രൊമോഷൻ കൊടുക്കുക. ഇപ്പൊ നമുക്ക് ഏത് സ്പെഷ്യലൈസ്ഡ് കൺട്രി മാത്രമാണെങ്കിൽ അപ്പൊ ആ കൺട്രി മാത്രം സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ചില ആപ്ലിക്കേഷനെ ചില കൺട്രീസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ ടിക്ടോക്ക് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് കൺട്രി ബേസ് ചെയ്ത ടിക്കറ്റ് വേണം എന്ത് ചെയ്യാം, റിഫൈൻ യുവർ സെർച്ച് ബൈ സെലക്ഷൻ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കൺട്രികളിലെ ആപ്പ് മാത്രമേ കാണിക്കുള്ളൂ. ഉം. പിന്നെ പെർഫോമൻസ് ഇവിടെ നമ്മൾ നോർമൽ മറ്റേ പോലെ തന്നെ ഉണ്ട്. മാക്സിമം നമ്പർ ഓഫ് ആപ്പ് ഇവന്റും ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് ആപ്പ് ഇൻസ്റ്റാൾസും ഉണ്ട്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് ലിങ്ക് ക്ലിക്ക് ആവുമ്പോൾ ആപ്പിന്റെ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ആയിട്ട് പരിഗണിക്കും. ആപ്പ് ഇൻസ്റ്റാളേഷൻ ആയി കഴിഞ്ഞാൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ബട്ടൺ കൊടുത്താലാണ് എന്ത് ചെയ്യുള്ളൂ, ഇൻസ്റ്റാളേഷൻ ആയിട്ട് വരുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് ആപ്പ് ഇവന്റ് എന്നാണെങ്കിൽ ഇവന്റ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമല്ലോ. ഒന്നെങ്കിൽ പേയ്മെന്റ് നടത്തുക, അതല്ലെങ്കിൽ ഒരു പേജ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക. അതാണ് ഇവന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇവന്റ് എത്ര പേര് ചെയ്തു എന്നുള്ളതാണ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ പരിഗണിക്കുക. അപ്പൊ അത് ഏതിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചോളൂ. അപ്പൊ അതിൽ ഒരുപാട് കോഴ്സ് ഉണ്ടാവും. അപ്പൊ ഒരു കോഴ്സ് ആള് കൺഫേം ചെയ്ത് പെയ്ഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ പെയ്ഡ് ചെയ്യാന്നുള്ള ഇവന്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് എത്ര പേര് പേയ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര പേര് കാർട്ട് കിട്ടു, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അത് അനലൈസ് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്യാമ്പയിൻസ് റൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി മാക്സിമം നമ്പർ ഓഫ് ക്ലിക്ക് അല്ലെങ്കിൽ മാക്സിമം ഇൻസ്റ്റാളേഷൻ കിട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഇവന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആപ്പ് ഇതിനായിട്ട് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യണം. നമ്മൾ ആപ്പിലുള്ള ഇവന്റ് ഒക്കെ ഇതിനായിട്ട് കണക്ട് ചെയ്ത് വെച്ചാലേ അത് നടക്കുള്ളൂ കേട്ടോ. അപ്പൊ അത് കൊടുത്തു. കോസ്റ്റ് പെർ റിസൾട്ട്, ഒരു ആപ്പ് ഇൻസ്റ്റാളേഷന് എത്രയാണ് നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് വേണം, നമുക്ക് ഒരു ധാരണ വേണം. മിനിമം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാളേഷന് എത്ര രൂപ വരുന്നുണ്ട് എന്നൊക്കെ ഒരു എമൗണ്ട് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ബിഡ് ചെയ്യാം. പിന്നെ ആട്രിബ്യൂട്ട് കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. വൺ ഡേ എന്താ വ്യൂ ത്രൂ, ഒരു ദിവസം ഒരു പ്രാവശ്യം കാണിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ സെറ്റ് ചെയ്യാതെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കാണിക്കും. മറ്റേത് മിനിമം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആളെന്ത് ചെയ്യുക,
റിമൈൻഡർ ചെയ്യുക. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഡൈനാമിക് ക്രിയേറ്റീവ്സ് ആണ്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സ് ഡൈനാമിക് ആയിട്ട് കാണിക്കും. പിന്നെ ഡെയിലി ബഡ്ജറ്റ്, ഇത് നമുക്ക് ഡെയിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെയിലി ലൈഫ് ടൈമും ഉണ്ടാവും. ഇവിടെ നമുക്ക് ഒരു നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് എത്ര ഇടാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്ന വെച്ചാൽ 500 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഓൾ ഇന്ത്യ കാരണം സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ അതിന് ഒരു 35 മുതൽ 100 ഇൻസ്റ്റാളേഷൻ വരെ ഒരു 10-50 ഇൻസ്റ്റാളേഷൻ ആണ് വരാൻ സാധ്യതയുള്ളത് ഒരു ദിവസം. അത് നേരെ മറിച്ച് ലിങ്ക് ക്ലിക്ക് ആണെങ്കിൽ ഒരുപാട് ഉണ്ടാവും. അപ്പൊ ആ ഡിഫറൻസ് ഉണ്ട്. എൻ്റെ ഡേറ്റ്, ബഡ്ജറ്റ്, ഷെഡ്യൂള് ഇതൊക്കെ സെയിം ആണ്. ലൊക്കേഷന് ഇതൊക്കെ സെയിം ആണ്. ഇതിലൊന്നും വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഇല്ല. നമ്മൾ മുമ്പ് ചെയ്ത ക്യാമ്പയിൻ്റെ സെയിം ആയിട്ട് വരുന്ന സംഭവമാണ്. ഓഡിയൻസ്, പ്ലേസ്മെന്റ്. ഇവിടെ പ്ലേസ്മെന്റിന്റെ അവിടെ നമുക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കിവിടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ, ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് ഇവിടെ ഓട്ടോമാറ്റിക് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. അപ്പൊ iOS നമുക്ക് എന്ത് ചെയ്യണ്ട, കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എക്സ്ക്ലൂഡ് കൊടുത്തിട്ട് ഇവിടെ iOS കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, iOS ഒഴിവായി കിട്ടും. അപ്പൊ ഈ ഒരു സാധനം ഓട്ടോമാറ്റിക് വരും. പക്ഷെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ ആപ്പിളിന്റെ ഫോണിൽ പോയി ആൻഡ്രോയിഡിന്റെ ഒരു ആഡ് കാണിച്ചുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. കാരണം അത് ഒരു ഇൻസ്റ്റാളേഷൻ വരില്ല. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് മാത്രം, iOS ആണെങ്കിൽ iOSന് മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ അതൊക്കെ സെയിം ആണ്. മറ്റുള്ള ക്യാമ്പയിനിൽ കൊടുത്ത അതേപോലെ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് ആഡ് സെറ്റ്. ആഡ് സെറ്റിൽ നമ്മൾക്ക് ഏതാണ് നമ്മുടെ പേജ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മീഡിയ, ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്കൊരു ടിക്കുകളുടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നോർമലി നമ്മൾ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുമല്ലോ. അപ്പൊ ആപ്പിന്റെ പേരിലായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ കാണിക്കുക. ആപ്പിന്റെ പേരിലായിരിക്കും. ഇനി അതല്ല, ഇവിടെ ടിക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേജിന്റെ ഐഡന്റിറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ ആപ്പോട് ഓൾറെഡി സെലക്ടഡ് ആണ്. യു സെറ്റ് മൾട്ടിപ്പിൾ ആപ്പ് ദാറ്റ് കനോട്ട് ബി എഡിറ്റഡ് ടുഗദർ, റിസെറ്റ് ആപ്പ് കനോട്ട് ഡിസ്പ്ലേ ദ സെക്ഷൻ. പിന്നെ കറോസൽ ഇമേജ്, നമുക്കൊരു 10 ഇമേജോളം കൊടുക്കുക. അതിന് പ്രൈമറി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജോബ്സ് ഇവിടെ നല്ലൊരു ഇത് കൊടുത്തു. ബെസ്റ്റ് ജോബ് സെർച്ച് ആപ്പ് ഹെഡ്ലൈൻ കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റം ലിങ്ക് ഉണ്ടാവും ആപ്പിന്റെ. കസ്റ്റം ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് കൊടുക്കുമല്ലോ. അതായത് ഫേസ്ബുക്കിനായിട്ട് കണക്ട് ഒക്കെ ചെയ്യുമ്പോൾ SDK എന്ന് പറയും. അപ്പൊ അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലിങ്ക് കിട്ടും. ഡീപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ലിങ്ക് ഇവിടെ കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് കൊടുത്ത ആപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ലിങ്ക് ശരിക്കും ഇവിടെ കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡീപ്പ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്താലേ അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കസ്റ്റം പ്രൊഡക്റ്റ് പേജ്. പ്രൊഡക്റ്റ് പേജ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളെ ആപ്പിന്റെ ലാൻഡിംഗ് പേജ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷന് iOS ആണ്, ആൻഡ്രോയിഡ് ആണ്, ലാൻഡിംഗ് പേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യുക, അതിന്റെ ഒരു ID ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കണം. അത് ഫേസ്ബുക്കിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യും, ഈ സംഭവം കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ബട്ടൺ ഉണ്ട്. ബട്ടൺ നമുക്ക് ഇൻസ്റ്റാൾ നൗ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് നൗ എന്ന് കൊടുക്കുക. രണ്ടും കൊടുക്കുക. അല്ലെങ്കിൽ യൂസ് ആപ്പ് എന്നോ ഇതിന് മാച്ചായ ഒരു സംഭവം കൊടുക്കുക. അപ്പൊ ഈ രൂപത്തിലായിരിക്കും ആഡ് കാണിക്കുക.
മറ്റേ പോലെ തന്നെയാണ് ഇവിടെ ആപ്പ് ആയിരിക്കും വരിക എന്നുള്ളതാണ്. അതുപോലെ ആപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഈ രൂപത്തിൽ ഇത് ഓഫ്ലൈൻ ഇവന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓഫ്ലൈൻ ഇവന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആപ്പ് ഉപയോഗിച്ച ആൾക്കാരുടെ ഡാറ്റ ഉണ്ടാവും. മൊബൈലിൽ ഓൾറെഡി ആപ്പ് ഉപയോഗിച്ച ആൾക്കാരുടെ ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യുക, അവരെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ആഡ് കാണിക്കുക എന്നുള്ളതാണ്. ഇനി അവരെ കാണിക്കേണ്ട പുതിയ ഓഡിയൻസിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഓഫ്ലൈൻ ഇവന്റ് ഒഴിവാക്കാം, വെബ്സൈറ്റ് ഇവന്റ് ഒക്കെ ഒഴിവാക്കാം, നമുക്ക് ഫ്രഷ് ആൾക്കാരെ എടുക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ആപ്പ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഇതിപ്പോ iOS-ന്റെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആപ്പ് സ്റ്റോർ കൊടുത്തു കഴിഞ്ഞാല് അല്ല, ഇതിന് നമുക്ക് രണ്ടും ഒരേമാതിരി ഗൂഗിൾ സ്റ്റോർ, പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും കൂടി കണക്ട് ചെയ്യാനില്ല. ഒരുമിച്ച് നടക്കൂല, ഒറ്റ ഒന്ന് നടക്കുള്ളൂ. ഒരു ക്യാമ്പയിന് ഓരോന്നിനും ഓരോ ക്യാമ്പയിൻ ചെയ്യേണ്ടി അല്ലേ? ഒരു ക്യാമ്പയിന് എന്താ ഒന്നുകിൽ ആപ്പ് സ്റ്റോർ, അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ, അതല്ലെങ്കിൽ ആമസോൺ സ്റ്റോർ, ഇങ്ങനെ കുറെ ഉണ്ട്. ഇവിടെ ഉണ്ട് എന്താ വിൻഡോസിന്റെ സ്റ്റോർ ഉണ്ട്, ഫേസ്ബുക്ക് ക്യാൻവാസ് ഉണ്ട്, ആമസോൺ ആപ്പ് സ്റ്റോർ ഉണ്ട്, ഗെയിംസ് എന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, മെറ്റ ക്യൂസ്റ്റ് ആപ്പ് സ്റ്റോർ, അതായത് ഫേസ്ബുക്കിന്റെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. അങ്ങനെ ഒന്നും അത്ര പോപ്പുലർ അല്ല എന്നുള്ളൂ നമ്മൾ. അപ്പൊ നമുക്ക് ഏതാണെങ്കിലും അത് കൊടുക്കാൻ, ഇത് ഒന്നുകിൽ സെർച്ച് ചെയ്ത് കൊടുക്കാൻ ലിങ്ക് കൊടുത്താലും കിട്ടും. നമ്മൾ എന്ത് ചെയ്തു, ഇൻഡീഡ് ആപ്പ് ആക്കി കൊടുത്തു. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻഡീഡിന്റെ ആപ്പിലേക്ക് പോവാ. മറ്റേ ഐഫോൺ ആപ്പ് സ്റ്റോറാണ് കൊടുത്തത്, നമ്മുടെ ഐഫോണിന്റെ ഓപ്ഷനൊക്കെയാണ് പോവാ, ഐഫോൺ പ്ലേ സ്റ്റോറിലേക്കാണ് പോവാ. അപ്പൊ ഇത്ര ഇതിൽ വരുന്നുള്ളൂ. ബാക്കി ഓഡിയൻസും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇതിൽ ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം പ്ലേ സ്റ്റോറിന്. അതുപോലെ തന്നെ എന്താ ഇവന്റും കാര്യങ്ങളും ആപ്പിൽ ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഡീപ് ലിങ്കും കാര്യങ്ങളും നമ്മൾ എടുക്കണം. പ്രൊഡക്റ്റ് ഐ ഡി എന്ന സംഭവം ഉണ്ട്, ഡീപ് ലിങ്ക്, അതായത് ലാൻഡിങ് പേജിന്റെ ഐഡി. അപ്പൊ അത് സെറ്റ് ആക്കിക്കണമെങ്കിൽ അതും കൂടെ എന്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ക്യാമ്പയിൻ റൺ ചെയ്യും. ഡീപ് ലിങ്ക് പറഞ്ഞാൽ deferred deep link. The deferred deep link is send people to your app, the respective app store. Once people install your app, the link will take them specific screen as a product page. Different page. സ്മൂത്ത് ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് ആക്സസും കാര്യങ്ങളും ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അതായത് ഡയറക്റ്റ് പ്ലേ സ്റ്റോർ ഓപ്പൺ ആവുന്നതിനേക്കാളും നമ്മളൊരു ആപ്പ്, ഇത് ഈ ഡീപ് ലിങ്ക് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ, നമ്മളെ ഒരു പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ഒരു ആപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, ആർക്കും എവിടുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്പ് സ്റ്റോറിൽ അത് തുറന്നു വരും. കോമൺ ആയിട്ടുള്ള ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് തുറന്നു വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആഡും കാര്യങ്ങളും അത് വേറെ രീതിക്കാണ് വരിക. അപ്പൊ ഇത് നമ്മളെ പ്രൊഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ലിങ്കാണ്. അപ്പൊ ആ ലിങ്ക് നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്താലേ കിട്ടും. എനിക്കൊരു പ്ലേ സ്റ്റോറിൽ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ കാണാനില്ല, എന്തെങ്കിലും അയച്ച് കാണിച്ചിരുന്നു, അത് സെർച്ച് ചെയ്ത്. അപ്പൊ ആ ഡീപ് ലിങ്ക് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യും, നമ്മളെ പ്ലേ സ്റ്റോറിന്റെ ആപ്പ് ഷോ ചെയ്ത് കാണിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഈ ആപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. കാര്യമായിട്ട് വരുന്ന വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ ഇവിടെ ഈ ശ്രദ്ധിക്കാനുള്ള കാര്യം പ്ലേസ്മെന്റ് ആണ്. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത്, ഏതാണ് ആൻഡ്രോയിഡ് ആണോ iOS ആണോ, അത് മാത്രം എന്ത് ചെയ്യുക, പ്ലേസ്മെന്റ് സെറ്റ് ചെയ്യുക, അല്ലാത്ത അതിന് ഒഴിവാക്കുക. ഓക്കെ, അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ പൈസ പോയി കിട്ടും. ആൻഡ്രോയിഡിൽ ഒരിക്കലും ആപ്പിളിന്റെ ആഡ് കാണിച്ചു കഴിഞ്ഞാൽ ആപ്പിളിൽ ഒരിക്കലും ആൻഡ്രോയിഡിന്റെ ആഡും കാണിച്ചില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം, നിങ്ങൾ ചെയ്ത ക്യാമ്പയിന്റെ സെയിം സംഭവം തന്നെയാണ്. ഡീപ് ലിങ്ക് കൊടുക്കാത്തതുകൊണ്ട് പബ്ലിഷ്. അപ്പൊ ഡീപ് ലിങ്ക് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിർബന്ധം ഇല്ല, ഓപ്ഷനിലാണ്. നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യാമ്പയിന് പബ്ലിഷ് കൊടുത്തു. ഇനി അതുപോലെ ഓഫ് ആവട്ടെ, അല്ലെങ്കിൽ വെറുതെ ഇന്ത്യയിൽ കുറെ ലിങ്ക് കയറും. ഈ വ്യൂ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്ത ക്യാമ്പയിൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്യാമ്പയിന് ആഡ് സെറ്റ് ആഡ്, അപ്പൊ ആഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഡ് എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ഇവിടെ കാണാം. ഈ രൂപത്തിലാക്കാരം ആഡ്. അഡ്വാൻസ് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മളെ ആഡ് കാണിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യാൻ പറ്റും, 15 പ്ലേസ്മെന്റിൽ കാണിക്കും.
അത് ഏതൊക്കെ രീതിയിലാന്ന് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒക്കെ ആയിട്ട് ഓരോ സെഷനിൽ എന്ത് ചെയ്യും, ഈ രൂപത്തിലാണ് ഇപ്പൊ നമ്മൾ ആഡ് കാണിക്കുക. ഒരു സ്ഥലത്ത് ഇങ്ങനെയാണ്, മറ്റൊരു സ്ഥലത്ത് ഈ രൂപത്തിൽ വ്യത്യസ്തമായിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് നമ്മൾ ഡൈനാമിക് കൊടുത്തതുകൊണ്ടേ, ഡൈനാമിക് നമ്മൾ കൊടുത്തല്ലോ, അതുകൊണ്ടാണ് ഈ രൂപത്തിലൊക്കെ ഓട്ടോമാറ്റിക് ഇവിടെ ഇൻസ്റ്റാൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഡിസൈൻ ആയിട്ടൊക്കെ വരുന്നത്. ഉം. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ ക്യാമ്പയിൻ ഓടുക. ഇതിനുള്ള ഷെയർ ബട്ടൺ ഉണ്ട്. ഷെയർ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും കിട്ടും. ഈ ലിങ്ക് കിട്ടി കഴിഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറാം. അത് ഓക്കെ അല്ലേ. പിന്നെ അതിന്റെ താഴെ ഇവിടെ കുറച്ച് സംഭവം കേട്ടോ, സെൻഡ് നോട്ടിഫിക്കേഷൻ ടു ഫേസ്ബുക്ക്. ഇത് കൊടുത്തു കഴിഞ്ഞാലേ നമ്മളെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമ്മൾ ആഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് വരും. അത് നമ്മളെ നിലവിലുള്ള ഫ്രണ്ട്സിന് പോവോ? ഫ്രണ്ട്സിന് പോരാ, നമ്മളെ ഇത് നമുക്ക് കാണാൻ വേണ്ടിട്ട്. അത് ഡെമോ ആണ് കേട്ടോ. ഇതേ ഒറിജിനൽ പെയ്ഡ് ആയിക്കാണ്ടുള്ള ആ ആഡ് അല്ല, ആ സെയിം സാധനമാണ്. അതിന്റെ കോപ്പി നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് കാണിക്കേണ്ടത് എന്ന് കാണാൻ വേണ്ടിട്ടേ നമുക്ക് ഡെമോ ആയിട്ട് തരണം. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഡെമോ എന്നുണ്ടാവും. സ്പോൺസേർഡ് ആണ്, അതിന് നേരെ ഡെമോ എന്നുണ്ടാവും. അതേപോലെ തന്നെ കയറി മറ്റുള്ളവരും കാണാം. നമുക്ക് ഇപ്പൊ നമുക്ക് കാണിച്ചത് നമ്മളെ ഇടയ്ക്ക് 4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പൈസ പോകും. അപ്പൊ പൈസ പോകരുതല്ലോ, നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. അപ്പൊ അതിനും വേണ്ടി ഡെമോ. അപ്പൊ ഇത് നോട്ടിഫിക്കേഷൻ സെൻഡ് ടു ഫേസ്ബുക്ക്. ഇത് iOS മാത്രമാണ് ഈ ഓപ്ഷൻ ഉള്ളത്. പിന്നെ സി പോസ്റ്റ് വിത്ത് കമന്റ്, ഇത് നമുക്ക് എന്ത് ചെയ്യാ, കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പോസ്റ്റ് വിത്ത് കമന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ വ്യൂ ഓൺ ഫേസ്ബുക്ക് മൊബൈൽ ഫീഡിൽ കാണണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻ അതിൽ വരും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ലിങ്ക് ഒരിട്ടം ക്ലിക്ക് ചെയ്ത് കാണണ്ട്, ഈ ഫസ്റ്റത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഒരിട്ടം കണ്ടാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ആഡ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക് മാർക്കറ്റ് പ്ലേസിൽ വരും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൽ ഉള്ളത്. ഇനി അടുത്തത് തന്നു, ജലീൽ ഭായി ഒന്നില്ല. ഓക്കെ ഓക്കെ. ജലീൽ ഭായി എപ്പോഴെത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ ക്യാമ്പയിൻ കണ്ടോ? എങ്ങനെ? നിങ്ങൾ എപ്പോഴാ വന്നത്? ഞാനിപ്പോ കൊച്ചായിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ എടുത്തത് മൊബൈൽ ആപ്ലിക്കേഷൻ ആപ്പ് ഇൻസ്റ്റാളേഷൻ ക്യാമ്പയിൻ ആണ്. അതിൽ പ്രത്യേകമായിട്ട് നിലവിലുള്ള ക്യാമ്പയിനും കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ആകെ ഉള്ളത് ഒന്ന് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ്രോയിഡോ iOSോ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്ലേസ്മെന്റിന്റെ സെക്ഷൻ ആണ്. ഓട്ടോമാറ്റിക് വരും. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡിൽ മാത്രം കാണിച്ചാൽ മതി. സ്റ്റോർ ആണെങ്കിൽ ആപ്പിളിൽ മാത്രം കാണിച്ചാൽ മതിയല്ലോ. അത്രയും കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് നമ്മൾ ആഡ് സെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡീപ്പ് ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. നമ്മൾ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിങ്ക് കിട്ടും നമ്മുടെ ഓൺ പ്രൊഡക്റ്റിന്റെ. അപ്പൊ ആ ലിങ്കും ഒരു ഐഡി ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടെ ആളുകൾക്ക് ഓപ്പൺ ചെയ്ത് കറക്റ്റ് മെഷർ ചെയ്യാനൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും. ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് അഡീഷണൽ വരുന്നുള്ളൂ. ബാക്കിയുള്ള സെയിം ക്യാമ്പയിൻ തന്നെയാണ്. ആപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൻഡ്രോയിഡ് ആണെങ്കിൽ iOSിലാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ 2 ഓപ്ഷനാണ് ആപ്പ് ഇൻസ്റ്റാളേഷൻ ക്യാമ്പയിനിൽ വരുന്നത്. 2 ഗോളാണ്. ഒന്ന് ആപ്പ് ഇൻസ്റ്റാളേഷന്, മറ്റൊന്ന് നമ്മൾ നോർമലി കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക്. പിന്നെ ഒന്ന് വരുന്നത് ആപ്പ് ഇവന്റ് ആണ്. ഇവന്റ് മാക്സിമം ഇവന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവന്റ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് ചെയ്യുക. ഇവന്റ് മീൻ ഒരു ആക്ഷൻ, എനി ആക്ഷൻ. അതായത് പേയ്മെന്റ് ചെയ്യുക, അതല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക, വ്യൂ ചെയ്യുക, കാർട്ട് കിട്ടു വെക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് നമ്മൾ ഈ ആപ്പിന്റെ ഉള്ളിൽ ചെയ്യാൻ. എത്ര ആൾക്കാർ ചെയ്തു അതിന് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ള രൂപമുണ്ട് ഇവന്റ്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളെ പേജുമായി ഫേസ്ബുക്കുമായി കണക്ട് ചെയ്ത് അതിൽ ഇവന്റും കാര്യം സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ആപ്ലിക്കേഷൻ നമുക്ക് വേണം, എന്നാലേ അത് നടക്കുള്ളൂ. നമുക്ക് വേണ്ടിട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ആരെ എങ്ങനെയാ നമ്മളെ ഇതിനു വേണ്ടിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തത്? എങ്ങനത്തെ ആപ്പാണ് ഈ ഉപയോഗിക്കുന്നത്? മൊബൈൽ ആപ്ലിക്കേഷൻ. ഇപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റിനെ ബിസിനസിനോ വേണ്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ക്രിയേറ്റ് ചെയ്താലാണ് ഈ ക്യാമ്പയിനോട് ഉപകാരമുള്ള. ആപ്പ് പ്രൊമോഷൻ ചെയ്യാൻ മാത്രമാണ് ഈ ആഡ് ഉള്ളത്. ജസ്റ്റ് അത് പറഞ്ഞു പോയി എന്നുള്ളൂ. പിന്നെ അടുത്ത വരുന്നതാണ് സെയിൽസ്. ഈ സെയിൽസ് എന്ന് പറയുന്നത് ഇതിൽ സെയിൽസിൽ കൺവേർഷൻ ഉണ്ട്, കാറ്റലോഗ് സെയിൽ ഉണ്ട്,
അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നിലവിലുള്ള മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എൻക്വയറി കൊണ്ടുവരുന്ന സെയിലുണ്ട്, കാൾസ് ഉണ്ട്. 4 ഗോൾസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ടൈലോഡും ഉണ്ട്, അതുപോലെ മാനുവലും ഉണ്ട്. ഞാനിവിടെ മാനുവൽ സജസ്റ്റ് ചെയ്യുന്നു. ദെൻ ക്രിയേറ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിന് നെയിം കൊടുക്കാം. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യണം അറിയാം, അറൂസ് ഷോപ്പ് എന്നുള്ളൊരു പേര് കൊടുത്തിട്ടോ, ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ. പിന്നെ സ്പെഷ്യൽ കാറ്റഗറി ആണ് കൊടുക്കുക. ആക്ഷൻ ബൈയും സെയിൽസ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ ചാർജർ അടിക്കുന്നത് ഓഫ് ആവും. സെയിൽസ് കൊടുത്തു. പിന്നെ യൂസ് കാറ്റലോഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാറ്റലോഗ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ കാറ്റലോഗ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം, എന്നാലാണ് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ ഓൾറെഡി കാറ്റലോഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് വരുന്നത്. അതല്ലെങ്കിൽ ഇവിടെ കാറ്റലോഗിന്റെ ഓപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല. കാറ്റലോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കാറ്റലോഗ് ഓർമ്മ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അന്ന് ഞാൻ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ച ആരൊക്കെയാണ്? അറിയാം. ഓക്കെ, കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു പേജാണ്. ഇതില് ഫോട്ടോസ്, ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ ഉള്ള അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ശരിക്കും കാറ്റലോഗ് എന്ന് പറയുന്നത്. അപ്പൊ കാറ്റലോഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തൊക്കെ കണക്കാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ കൊമേഴ്സിന് സെഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് കാറ്റലോഗ് എന്ന് കാണാൻ പറ്റും. ഈ കാറ്റലോഗ് പ്രൊഡക്റ്റ് ഉള്ള ബിസിനസ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇ കൊമേഴ്സ്, ട്രാവൽ, ഷാവൽക്ക് അങ്ങക്ക് ഉപകരിക്കൂട്ടോ. ട്രാവൽ, ഇ കൊമേഴ്സ്, ഓട്ടോ, അതുപോലെ പ്രോപ്പർട്ടി, ഇങ്ങനെ പല കാറ്റഗറിയാണ്. മെയിൻ ആയിട്ട് 4 കാറ്റഗറി ഉള്ളത്. ഇ കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കൊടുക്കുക. അപ്പൊ അൻപർക്കൊക്കെ ഇ കൊമേഴ്സിൽ കൊടുത്താൽ മതി. ട്രാവല് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. അത് ഹോട്ടൽസ്, ഫ്ലൈറ്റ്, ഡെസ്റ്റിനേഷൻ ഒക്കെ വെച്ചിട്ട് അതിന്റെ ഒരു പോസ്റ്റും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ഇ കൊമേഴ്സ് ആണെങ്കിൽ ഓൺലൈൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലോക്കൽ പ്രോഡക്റ്റ് 2 രീതിയിലും കൊടുക്കാം. നിങ്ങൾക്ക് ഇ കൊമേഴ്സ് കൊടുക്കാം. നിങ്ങൾക്കൊക്കെ ഓൺലൈനിലെ പ്രൊഡക്റ്റ് ഐറ്റംസ് ഒക്കെ ഇ കൊമേഴ്സ് കൊടുക്കുക. ട്രാവൽ അങ്ങനത്തെ സർവീസ് സെക്ടർ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അത് പാക്കേജസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോട്ടൽ പാക്കേജ്, ഫ്ലൈറ്റ്, ട്രാവൽ പാക്കേജ്, അങ്ങനെ ഡെസ്റ്റിനേഷൻ ബേസ് ചെയ്തുള്ള പാക്കേജുകൾ കാര്യങ്ങളുണ്ടല്ലോ, അത് ഇവിടെ കൊടുക്കുക. അതുപോലെ പ്രോപ്പർട്ടി, റെന്റൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താ രീതിയിൽ കൊടുക്കുക. ഓട്ടോ, വെഹിക്കിൾസ് ആൻഡ് ആ കാറ്റഗറി മാർക്കറ്റ് പ്രൊഡക്റ്റ് സംഭവങ്ങൾ ഇവിടെ കൊടുക്കാം. അപ്പോ ഇതിലിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ലോക്കൽ ഇൻഫർമേഷൻ, ലോക്കൽ ഇവന്റ്, ഇതൊരു പ്രൊഡക്റ്റും ഉണ്ട്, ഓൺലൈനുണ്ട്. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അതിന്റെ ലിങ്കും കാര്യമൊക്കെ വേണം. ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് ലിങ്കും കാര്യമൊക്കെ വേണം. എന്നിട്ട്
ഐറ്റം ലൊക്കേഷൻ കാര്യങ്ങൾ ലോക്കലാകുമ്പോൾ നമ്മൾ ലൊക്കേഷൻ കൊടുക്കണം കേട്ടോ. ലൊക്കേഷനും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അതുപോലെ അപ്ലോഡ് പ്രൊഡക്റ്റ് കൊടുക്കുക. ഇവിടെ കാറ്റലോഗിന്റെ ഓണറുടെ പേര് കൊടുക്കുക. ഇപ്പോ അറുപത് ഈ ലോക്കൽ പ്രോഡക്റ്റ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസാ? ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നതേ ഇപ്പൊ ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്, അതാ ഉദ്ദേശിച്ചത്. ഓൺലൈൻ ആവുമ്പോ ഓൺലൈനിൽ അതിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്കും കാര്യമൊക്കെ കൊടുത്താണ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ലോക്കൽ ആകുമ്പോ ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ടൊന്നും സെയിലൊന്നും ഇല്ല. നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈൻ പ്രൊഡക്റ്റ് അല്ല, ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യാനാണത്. ഇവിടെ കാറ്റലോഗിന് എന്ത് ചെയ്യുക, ഒരു നെയിം കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ അറൂസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ അറൂസ് ഷൂസ് എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു. ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്, കണക്ട് പ്ലാറ്റ്ഫോം, പാർട്ണർ പ്ലാറ്റ്ഫോം, ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ഐറ്റം. നമുക്ക് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലേ, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, അതിനായിട്ട് കണക്ട് ചെയ്യുക. അതായത് ഈ ഷോപ്പിഫൈ, ബിഗ് കൊമേഴ്സ്, വൂകൊമേഴ്സ് എന്നൊക്കെയുള്ള കുറെ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ ഉണ്ട്. അതുണ്ടെങ്കിൽ അതിനായിട്ട് കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. നമുക്ക് ആ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്ത് അതിന് നമ്മളിവിടെ ആഡ് ചെയ്യണ്ട, പ്രൊഡക്റ്റ് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ഇതിന് പോകുന്നോളും. സംഭവം കിട്ടിയോ? അപ്പൊ അത് ഏതാണ് കൊടുക്കുക. അവിടെ ഷോപ്പിഫൈ ഉണ്ട്, ബിഗ് കൊമേഴ്സ് ഉണ്ട്, ചാനൽ അഡ്വൈസർ ഉണ്ട്, പ്രൊഡക്റ്റ് സൂപ്പ് ഉണ്ട്. അങ്ങനെ കുറെ ഇതിൽ കുറച്ച് സാമ്പിൾസ് ഉണ്ട്. വൂകൊമേഴ്സ് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പൊതുവെ ഇ കൊമേഴ്സ് ചെയ്യുക ഒന്നുകിൽ വൂകൊമേഴ്സ് അല്ലെങ്കിൽ ഷോപ്പിഫൈ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് ഏതാണെങ്കിൽ അത് കൊടുക്കുക. മജെൻഡോ ഇത് ഏതാണെങ്കിലും ഇപ്പൊ വൂകൊമേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കുക. വൂകൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ഇ കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മിഡിലിൽ നിൽക്കുന്ന ടീമാണ് ഈ വൂകൊമേഴ്സ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഷോപ്പിഫൈ എന്ന് പറയുന്നത്. ഇവരുടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുക. നമ്മളെ വെബ്സൈറ്റിലാണെങ്കിൽ അതിന്റെ ബാക്ക് ഇവരാണ്. അപ്പൊ ഇത് നമ്മൾ ഏതാണ് നമ്മളെ ഇ കൊമേഴ്സ് വെബ്സൈറ്റിന് ബാക്ക് എൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഗോ ടു കൊമേഴ്സ് പോയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ വെബ്സൈറ്റിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ഒരു 1000 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 500 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമ്മളിലേക്ക് വരും. അപ്പൊ അതിന് അത് കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയാണ്. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ മെസ്സഞ്ചറും കാര്യങ്ങളും കണക്ട് ചെയ്യുക, കസ്റ്റമർ അക്രോസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഒരേ സമയത്ത് 500 ഫോട്ടോ ഒക്കെ നമ്മൾ ഇതിലുണ്ടെങ്കിൽ ഒരേ സമയത്ത് കയറുമോ? അതിൽ നമ്മളെ സൈറ്റിലുള്ള കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നമുക്ക് ഇതിൽ കയറ്റാം ഒറ്റയടിക്ക്. റിസ്ക് ഇല്ല, നല്ല സുഖമാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഇ കൊമേഴ്സ് ഇല്ലേ? ഇന്നോടാ ആർക്കാ ഇ കൊമേഴ്സ് ഉള്ളത് ഇപ്പൊ ഇതില്? മൊബൈലിനും അതുപോലെ മറ്റേ നിങ്ങൾക്കും ഇല്ലേ, മറ്റേ മെഗാവിറ്റക്കും ഇല്ലേ വെബ്സൈറ്റ്? എനിക്കുണ്ട് വെബ്സൈറ്റ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റ്, സാധാ വെബ്സൈറ്റ് അല്ലേ, ഇ കൊമേഴ്സ് ആർക്കൊക്കെയാ ഉള്ളത്? എനിക്കുണ്ട്. ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. ഇപ്പൊ ചാലു ആയിട്ടില്ല. അല്ല, അതില് പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ആക്കിയാണ്, നമ്മള് ഔട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതിന്റെ ബാക്ക് എൻഡ് ഏതാണ്? വൂകൊമേഴ്സോ ഷോപ്പിഫൈ ഏതാണ് കൊടുത്തിട്ടുള്ളത് അറിയോ? അത് എനിക്കറിയില്ല. ഓലാണ് അതിന്റെ ആളുകള്. ഞാൻ പറഞ്ഞില്ല അതിന്റെ. അപ്പൊ ഓലോട് ചോദിച്ച ഓല ഏതെങ്കിലും ഒന്നാ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിന് കൊടുത്ത ഓപ്ഷനില് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളല്ല ഒന്നെങ്കിൽ ഷോപ്പിഫൈ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഈ നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ, ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ അതിനൊരു ബാക്ക് എൻഡ് വേറെ ടീം സപ്പോർട്ട് ആവണോ? ഇ കൊമേഴ്സ് ആണെങ്കിൽ അതിന് പേയ്മെന്റും കാര്യങ്ങളും സെറ്റ് ചെയ്യണ്ടേ? പേയ്മെന്റ് നമ്മളിപ്പോ കൊടുത്തു വന്നത് റാസോപ്പേ ഉണ്ട്, പിന്നെ അതുപോലെ ഇത് വെബ്സൈറ്റ് ഏതാണ് നിങ്ങൾ ചെയ്തത്? ഇതായൂലേ, ഡിസ്പ്ലേ സെറ്റ് ചെയ്യാന് ഉള്ള കുറച്ച് പ്ലാറ്റ്ഫോമാണ് ഈ വൂകൊമേഴ്സ്, ഷോപ്പിഫൈ, ഇവരതൊക്കെ. അപ്പൊ ഇത് നമ്മളെ സൈറ്റിനായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ചെയ്യുക. ഇനി അതല്ലാതെ ചെയ്യാൻ നമ്മളിതില് അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ സാധാരണഗതിയിൽ നമ്മളൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഷോപ്പിഫൈ അല്ലെങ്കിൽ ഇപ്പൊ വേർഡ് പ്രസ്സിലൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ സാധാരണ ചെയ്യല് വൂകൊമേഴ്സ് പറഞ്ഞ ഇതിന് കണക്ട് ചെയ്ത് ചെയ്യും, വേർഡ് പ്രസ് ഒക്കെ ആണെങ്കിൽ. അപ്പൊ അതുപോലെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൽ ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ അറിയോ, ലോകത്ത് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ എവിടെ പോയാലും വൂകൊമേഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇതിൽ ഒരു ഒറ്റ അപ്ലോഡ് ചെയ്താൽ മതി. ഈ വൂകൊമേഴ്സിൽ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. എവിടെ നമുക്ക് ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. അതായത് കുറെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്.
ഓരോന്നിന്റെയും ഒരു 4-5 ഇമേജ് വെച്ചാൽ ഡിസ്ക്രിപ്ഷനും ഡീറ്റെയിലും കാര്യം വെച്ചുകൊണ്ട് പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ ടാസ്കാ. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഇപ്പൊ ഗൂഗിൾ മർച്ചന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഗൂഗിൾ ആഡ്സിൽ വരുന്ന സാധനം ഗൂഗിൾ മർച്ചന്റ്. അതാ ആ നമ്മൾ ഗൂഗിളിൽ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുമല്ലോ. ആ അതൊക്കെ കാണിക്കുന്നത് ഗൂഗിൾ മർച്ചന്റ്. അപ്പൊ ഈ ഗൂഗിൾ മർച്ചന്റിൽ ഏറ്റവും ഈ പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്യണം, എന്നാലാണ് ഗൂഗിൾ ആഡ് ക്യാമ്പയിനും കാര്യം കറക്റ്റ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചെയ്യണമെങ്കിലും ഈ സാമാനം ഇതുപോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ആ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറും. ഇത് എവിടെയാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്പിൾ 100-150 സംതിങ് 100 അപ്പോ ഒക്കെയുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഭയങ്കര ബെനിഫിറ്റ്, എത്രയോ ടൈം ലാഭമാണ് ഈ സംഭവം. ഒരു 10 പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ തന്നെ നല്ല പണിയുണ്ട്. സംഭവം കിട്ടിയോ? സംഭവം കിട്ടി, പക്ഷെ ചെറിയ ഡൗട്ടുകളുണ്ട്. അപ്പൊ നിങ്ങൾ നമുക്ക് ആമസോണിന്റെ ചെയ്യാലോ അല്ലേ? ആമസോൺ ഇതിന് കണക്ട് ചെയ്യാൻ പറ്റൂല. ഇതിന് ഇത് എന്താ ഈ മിഡിലിൽ നിൽക്കുന്ന ആമസോൺ പറഞ്ഞ അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് ആണ്. അത് നമ്മളത് റീസെല് ചെയ്യുന്ന ടീമാണ്. ഇവര് ശരിക്കും എന്താ അറിയോ, ഈ ഷോപ്പിഫൈ ആണെങ്കിലും ബിഗ് കൊമേഴ്സ് ആണെങ്കിലും ഇവരൊക്കെ ഒരു ഇടനിലക്കാരാണ്. നമ്മളെ ഏറ്റവും എന്താ, അതായത് ബയ്യറേയും അതുപോലെ മാനുഫാക്ചറിങ് ടീമിന്റെ ഇടയിലുള്ള ഒരു ഇടനിലക്കാരാണ് ഇവര്. കൊമേഴ്സ് അങ്ങനെ കുറെ ടീമുണ്ട്. അപ്പോ ഇതുവഴിയാണെങ്കിൽ ഒന്നെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ലോക്കൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാം. അപ്പൊ ഒരു കാറ്റലോഗ് സെറ്റായി. അപ്പൊ കാറ്റലോഗ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാറ്റലോഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റലോഗ് കാണാം. അതിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഇപ്പൊ ഇതാണ് നമ്മളെ കാറ്റലോഗ്. ഇവിടെ പ്രൊഡക്റ്റും കാറ്റലോഗ് ഐറ്റംസ് ഒന്നും ഇല്ല. ഇവിടെ എന്ത് ചെയ്യാൻ മതി, ഇവിടെ ആഡ് ഐറ്റംസ് കൊടുക്കുക. ആഡ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ ഫീഡ് ഉണ്ട്, അതുപോലെ പാർട്ണർ പ്ലാറ്റ്ഫോം. ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുക. അതല്ലെങ്കിൽ പിക്സൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ആഡ് യുവർ വെബ്സൈറ്റ്. ഇപ്പൊ ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം അല്ലാതെ ഇപ്പം നോർമൽ വെബ്സൈറ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളെങ്കിൽ, ഇ കോമേഴ്സിന്റെ സാധാ വെബ്സൈറ്റ് ആണെങ്കിൽ അതിന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് എന്ത്, പിക്സൽസ് ഉപയോഗിക്കുക. ഇവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളെ വെബ്സൈറ്റിൽ നിന്ന് ഒരു ലിങ്ക് പിക്സൽ കിട്ടും. ഈ പിക്സൽ കോഡ് കൊണ്ടുപോയിട്ട് നിങ്ങളെ വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. പിക്സൽ ആണ് ഒരു കോഡാണ്. ആ കോഡ് നമ്മളെ വെബ്സൈറ്റിൽ ഇപ്പൊ ഒരു 500 ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഡിസ്ക്രിപ്ഷനും ഇതൊക്കെ കൊടുത്ത് റേറ്റ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സൈറ്റില് വെബ്സൈറ്റില് ആ വെബ്സൈറ്റ് ഇതായിട്ട് കണക്ട് ചെയ്താൽ ഫുൾ അതേമാതിരി ഇങ്ങോട്ട് വരും എന്നാ പറയണേ. ഇങ്ങോട്ട് ഫോട്ടോ എന്നല്ല, പ്രൊഡക്റ്റ് ആവണം കേട്ടോ. പ്രൊഡക്റ്റ് ലെവലിലാവണം. ആ പ്രൊഡക്റ്റ് തന്നെ അത് കിട്ടും. അതിവിടെ കണക്ട് ചെയ്യാം. ഇനി അതുപോലെ നമുക്ക് നമ്മളേതായ രീതിക്കൂടെ ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും കൊടുക്കാം. ഇവിടെ നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ട്. ഇവിടെ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സൽ ഷീറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോ എക്സൽ ഷീറ്റ് ആയിട്ട് ഞാൻ ഒരു ടെംപ്ലേറ്റ് കിട്ടും. ഈ ടെംപ്ലേറ്റ് കാണിച്ചു തരാം. അപ്പൊ ആ രീതിക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ഓരോന്നും ആഡ് ചെയ്യാം. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എക്സൽ ഷീറ്റ് ഇപ്പൊ ഡൗൺലോഡ് ആക്കി നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതല്ല, ഈ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടോ? ഇതില്ല. ഇല്ല. ഇപ്പൊ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റിന്റെ ID, ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, അതിന്റെ അവൈലബിൾ സ്റ്റോക്ക്, കണ്ടീഷന്, പ്രൈസ്, ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക്, ബ്രാൻഡ്, അതുപോലെ തന്നെ അഡീഷണൽ കുറെ സംഭവങ്ങളുണ്ട്. ഗൂഗിൾ പ്രൊഡക്റ്റ് ആണ്, കാറ്റലോഗ്, ഓപ്ഷണൽ ആണല്ലേ? ഇതൊക്കെ ഓപ്ഷനല്ല. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്യുക. ഒരു 100 ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കിട്ടിയോ? ഇപ്പൊ ഒന്നും കാണില്ല. മനസ്സിലായി. ഒരുമിച്ച് എന്ത് ചെയ്യാ, ഡാറ്റ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ആ പിക്സൽ വാട്സപ്പ് ഇതുവഴി കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. ഇപ്പൊ ഡാറ്റ ഫീഡ് കൊടുക്കണമെങ്കിൽ നെക്സ്റ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാ, നമുക്ക് എക്സൽ ഷീറ്റ് വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓരോ കൊടുത്ത ഫോർമാറ്റിൽ എന്ത് ചെയ്യാ, ഇവിടെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലോഡ് ഉണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ ഗൂഗിൾ ഷീറ്റിലൊക്കെ ആണെങ്കിലേ, ഗൂഗിൾ ഷീറ്റിലോ സ്പ്രെഡ്ഷീറ്റിലൊക്കെ ആണെങ്കിൽ അതിന് ലിങ്ക് കൂടെ കൊടുത്താൽ മതി. 8 GB വരെ എന്ത് ചെയ്യാ, ഇതുവഴി ചെയ്യാം. അതിലും കൂടെ അപ്ലോഡ് കൊടുത്തിട്ട് എന്ത് ചെയ്യാ, അപ്ലോഡ് ചെയ്യാം. സംഭവം കിട്ടിയോ?
അത് ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചൊരു സംഭവമാണ്. ഇതിലൊരു കാറ്റലോഗാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ അതിലുള്ള ഐറ്റംസ്, ഇതാണ് കാറ്റലോഗ്. അതിലെ ഐറ്റംസ് ആണിത്. ആക്റ്റീവ് ആണ്, സെറ്റ്, സാമ്പിൾ ചെയ്ത് വെച്ചാട്ടോ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. ഇഷ്യൂസ് ഒന്നുമില്ല, ഇഷ്യൂസ് എറർ ഒന്നുമില്ല. അപ്പൊ ഡാറ്റ സോഴ്സ്, ഐറ്റംസ്, ഇവന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റ് ഇവിടെ കാണാൻ പറ്റും. ഇവന്റ് നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ ഇ കോമേഴ്സിനെ ട്രാക്ക് ചെയ്യാനുള്ളത് ഇവന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, വെബ്സൈറ്റിലെ മൊബൈൽ ആപ്ലിക്കേഷനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന് നമുക്ക് എന്ത് വേണം, വെബ്സൈറ്റ്, ഇ കോമേഴ്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വേണം. ഞാൻ ഇത് ലോക്കലായിട്ട് ആഡ് ചെയ്താണ്. ലോക്കലായിട്ട് ഇവിടെ ആഡ് ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക, അതിന്റെ പേര്, അതിന്റെ പ്രൊഡക്റ്റിന്റെ ID, അതുപോലെ തന്നെ എന്താ ഇവിടെ ടൈറ്റില്, പ്രൈസ്, അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് കൊടുത്തിരിക്കുന്നു. ഡിസ്ക്രിപ്ഷന്, സ്റ്റോക്കിൻ അവൈലബിൾ ആണോ, അതുപോലെ ഐറ്റം ഗ്രൂപ്പ് ID, ഗൂഗിൾ പ്രൊഡക്റ്റ് കാറ്റലോഗ്. ഗൂഗിൾ ഞാൻ ഗൂഗിൾ മർച്ചന്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാറ്റലോഗ് കൊടുക്കുക. അതിന്റെ സൈസുകൾ, 2 ടൈപ്പ് ഇമേജ്, അതിന് വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് നമ്മളെ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ അടിപൊളിയായിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ പിന്നെ ഓരോ പ്രൊഡക്റ്റ് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷൻ വരിക. കൊമേഴ്സ് മാനേജ്മെന്റ് ആണിത്. ഇവിടെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുക, ബിസിനസ് അസറ്റ് ചെയ്യാം. ബിസിനസ് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ അസറ്റുകളാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെയാണ് ഈ ഇവന്റ് എന്ന് പറഞ്ഞത്. ഇവന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ട്രാക്ക് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഓരോ പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്ത് ആ ഓഡിയൻസിനെ നമുക്ക് എടുക്കാനും അനലൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഡൗട്ടിങ് ചെയ്യുമ്പോഴേ ഇത് കാറ്റലോഗ് എന്നാണ് ഇതിന് പറയാം. കാറ്റലോഗ് അതായത് കൊമേഴ്സ് മാനേജറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാണ്ടാവും. ഇതിൽ നിങ്ങളെ പ്രൊഡക്റ്റ് ബേസ് ചെയ്ത് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ എന്താ ഷാവുർക്ക് ആണെങ്കിൽ ഷാവുർക്കാർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഹോട്ടൽ ആൻഡ് ടൂറിസം എന്നുള്ളൊരു സെക്ഷൻ കണ്ടിരിക്കണം നേരത്തെ. അല്ല, ഇതിപ്പോ നമ്മള് സെയിൽസിലൂടെ വന്നാണ്ട് ചെയ്തതാ. അല്ലല്ല, ഇത് ഓൾറെഡി നമ്മളെ ബിസിനസ് യൂണിറ്റിനെ അന്ന് പറഞ്ഞു പോയ സാധനമാണ്. ഇവിടെ എന്താ കൊമേഴ്സ് എന്ന് പറഞ്ഞ സെഷൻ ഉണ്ട്. അന്ന് മോണിറ്റൈസേഷനോ വന്നാണ്ട് ചെയ്ത സംഗതി അല്ലല്ല, ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം, എന്നിട്ടാണ് ഇപ്പൊ സെയിൽസ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിൽസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സാധനം വേണ്ടേ? അപ്പൊ ആദ്യം സാധനം ഇവിടെ ആഡ് ചെയ്യണം, ആ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണം. പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കിട്ടിയില്ലേ? ഇതന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയി. അല്ലാതെ ജസ്റ്റ് നമ്മള് നമ്മളൊക്കെ പേജിൽ കുറെ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ അതുകൊണ്ട് കാര്യമില്ല. പ്രൊഡക്റ്റ് ഇവിടെ കാറ്റലോഗ് ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോഴാണ് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സിസ്റ്റം ഉണ്ടാവും. അതിന് തന്നെ പ്രൈസ് പറയണ്ടല്ലോ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോ. അതിപ്പോ ഇൻസ്റ്റഗ്രാമിലല്ലേ, പുതിയൊരു ഓപ്ഷൻ അല്ലേ? ഇൻസ്റ്റയിലും ഉണ്ട്, മറ്റേ ഫേസ്ബുക്കിലും ഉണ്ട്. അത് കാറ്റലോഗ് അല്ല, അത് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാന്നുള്ളൊരു പുതിയ ഇവിടെ അടുത്ത് വന്ന ഒരു അപ്ഡേഷൻ ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും കാറ്റലോഗ് ആണ്. ഇവിടെ നമുക്ക് അങ്ങനെ നമ്മൾ കാറ്റലോഗ് സെറ്റ് ചെയ്താലേ അത് ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓർഡേഴ്സ് തന്നെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അത് ട്രാക്ക് ചെയ്യാം, എത്ര ഓർഡർ വന്നു എന്നുള്ളത്. ഇപ്പൊ ഇത് ഓർഡർ വരാത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാം. അത് പേയ്മെന്റ് ഒക്കെ നടത്തിക്കണമെങ്കിൽ അൺപെയ്ഡ് ആണെങ്കിൽ അൺപെയ്ഡ്, പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ്, വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് ഡിസ്പാച്ച്ഡ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാ, സെറ്റ് ആവും. ഇതൊക്കെ ആരുതിയിൽ കറക്റ്റ് കിട്ടും അറിയോ? അത് നമ്മളെ ഡോക്ടർ വന്നില്ലേ, ഡോക്ടറും വൈഫും, അവരിത് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഓൾക്ക് പ്രൊഡക്റ്റ് ഓല് മെയിൻ ആയിട്ട് ഇതുവരെയൊക്കെ ചെയ്യേണ്ടത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും രണ്ടും ഒരുമിച്ചാണ് കണക്ട് ആവുക. അപ്പോൾ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ എത്ര ഓർഡർ വന്നു, അത് എത്ര അൺപെയ്ഡ്, ഏത് പെയ്ഡ് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതിവിടെ പേയ്മെന്റ് നടത്താനല്ല, പേയ്മെന്റ് നമ്മൾ ഗൂഗിൾ പേ ആണ്.
പക്ഷെ നമുക്ക് പെയ്ഡ് ചെയ്തതും അൺപെയ്ഡ് ചെയ്തതും കൺവേർട്ട് ചെയ്തൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിസ്പാച്ച് ചെയ്തത്, വെയിറ്റിംഗ് ഫോർ ഡിസ്പാച്ച്, ഓർഡർ പോയത്, കംപ്ലീറ്റ് ആയത്, അങ്ങനെ ഓരോ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത് അനലൈസ് ചെയ്യാനും, ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഇ കോമേഴ്സ് മാനേജ് ചെയ്യാനുള്ള ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആയിട്ട് ഇത് ഉപയോഗപ്പെടുത്താം ഒരു എൻട്രി ലെവലുള്ള ഒരാളെ സംബന്ധിച്ച്. മനസ്സിലായോ സംഭവം? മനസ്സിലായി. അപ്പൊ ഇതിലുള്ള പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഇതിന്റെ ഒരു ഡൗട്ട് ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ സാധാരണ ഇപ്പൊ നമ്മള് ട്രാഫിക്കിലും അവയർനെസ്സിലൊക്കെ ഇപ്പൊ നമ്മളൊരു ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോഴേ ഒരു ഫോട്ടോ ഇടാനോ അല്ലെ 2 ഫോട്ടോ ഇടാൻ തന്നെ അത്യാവശ്യം ഒരു എമൗണ്ട് വരുന്നുണ്ടല്ലോ ഒരാഴ്ചക്കൊക്കെ. അപ്പൊ ഇതിലിപ്പോ നമ്മൾ ഇത്രയും ഒരു 100 ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തെന്ന് കൂട്ടിക്കോളി, അങ്ങനെ ചെയ്യുമ്പോ അത്രയും ഫോട്ടോക്ക് അത്രയും ഒരു വലിയൊരു എമൗണ്ട് വരുമോന്നാ ഞാൻ ചോദിക്കുന്നത്. 100 ഫോട്ടോ ഒരുമിച്ച് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റില്ല, അതിന് ഒരു പ്രൊഡക്റ്റ് അല്ലേ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാറ്റലോഗ് ആവുമ്പോ നമ്മളിപ്പോ കൊറേ സംഗതി ഉള്ളതല്ലേ. കാറ്റലോഗ് നമ്മൾ കൊടുക്കുമ്പോ കാറ്റലോഗിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ക്യാമ്പയിൻസ് പോയിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നതല്ലേ. ക്യാമ്പയിൻസ് പോയോ? ഇവിടെ നമ്മള് കാറ്റലോഗ് കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ വ്യൂ കാറ്റലോഗ് ഉണ്ടാവും. നമ്മളെ കാറ്റലോഗ് ഏതാന്ന് കാണാം. ഓക്കെ, പിന്നെ ഇവിടെ സ്പെൻഡ് ലിമിറ്റ് ക്യാമ്പയിന് ക്യാമ്പയിനിക്ക് പോയിട്ടാണ്. എന്തായാലും ബാക്കിയൊക്കെ സെയിം ആണ്. നെക്സ്റ്റ് അടിച്ചു, എന്താ ബഡ്ജറ്റ് കാര്യങ്ങള് സെറ്റ് ചെയ്തു. പോവാ കാവ്യ ഹർഷോ ഇവിടെ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് കൺവേർഷനും ഉണ്ട്, മാക്സിമം നമ്പർ ഓഫ് ലിങ്കുകൾക്കും ഉണ്ട്. ലിങ്കുകൾക്കും ഉണ്ടാവും. കൺവേർഷനെ കൊടുത്തു കഴിഞ്ഞാല് എന്ത് ചെയ്യും, നമ്മളെ കാറ്റലോഗ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കഴിഞ്ഞാലാണ് ഇവിടെ കാണിക്കുള്ളൂ. ഇവിടെ അടുത്ത സ്റ്റോർ കളക്ഷൻ ആൻഡ് പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോർ ഉണ്ടാവുമല്ലോ, ഈ കാറ്റലോഗിൽ നമ്മൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ സ്റ്റോർ നമ്മൾ കാണിക്കുക. ജമാലെത്തിയോ? ഹലോ സോറി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മാക്സിമം നമ്പർ ഓഫ് ലിങ്കുകൾക്കും ഉണ്ട്, കൺവേർഷനും ഉണ്ട്. കൺവേർഷൻ ആകുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് സെയിലോ അല്ലെങ്കിൽ ഓർഡർ വരുന്നതിനാണ് എന്ത് ചെയ്യുക, കൺവേർട്ട് ആയിട്ട് പരിഗണിക്കുക. ലിങ്കുകൾക്ക് തന്നെ നമ്മൾ ആഡുമ്പോൾ ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി, അത് ലിങ്ക് ക്ലിക്ക് ആവും. പിന്നെ ഇവിടെ പ്രൊഡക്റ്റ്, പ്രൊമോട്ടഡ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോർ ഉണ്ടാവും. സ്റ്റോർ പറഞ്ഞാല് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കാറ്റലോഗ് സെറ്റ് ചെയ്യുമ്പോൾ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യേണ്ട, ആ സ്റ്റോറിലാണ് കാറ്റലോഗ് സെറ്റ് ചെയ്യുക. ആ ഒരു സ്റ്റോറിന് പേര് കാര്യം കൊടുത്ത് എന്നിട്ട് അതിന്റെ കാറ്റലോഗ് സെറ്റ് ചെയ്യുക. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ 2-3 ഉണ്ട്. അപ്പൊ ഇതിന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു. ബഡ്ജറ്റ് ഉണ്ട്, ബഡ്ജറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 500 റുപ്യ ജസ്റ്റ് ഇട്ടു. പിന്നെ എൻഡിങ് ഡേറ്റ് സ്റ്റാർട്ടിങ് ഡേറ്റ് ഒക്കെ സെയിം ആണ്. ഓഡിയൻസ് ടൈപ്പ്, ഫൈൻഡ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഈവൻ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വിത്ത് യുവർ ബിസിനസ്, അല്ലെങ്കിൽ റീടാർഗറ്റ് ആഡ്സ് പീപ്പിൾ ഇന്ററാക്റ്റഡ് ടു യുവർ പ്രൊഡക്റ്റ് ആൻഡ് എഫേർട്ട്. നമ്മൾ ഇതുപോലെ 10-100 പ്രൊഡക്റ്റ് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്ത് അതിൽ കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് ഓർഡർ ചെയ്ത ഒക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെ കാറ്റലോഗുമായി എൻഗേജ് ചെയ്ത ഓഡിയൻസ്. ആ ഓഡിയൻസിനെ റീടാർഗറ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്, ഓഡിയൻസിന്റെ ടൈപ്പ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവരെ വേണമെങ്കിൽ റീടാർഗറ്റ് ചെയ്യാം. ടാർഗറ്റ് ആഡ്സ് ടു പീപ്പിൾ ഇന്ററാക്റ്റഡ് വിത്ത് യുവർ പ്രൊഡക്റ്റ് ഓൺ ആൻഡ് ഓഫ് ഫേസ്ബുക്ക്. അതുപോലെ ഫൈൻഡ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഈവൻ ദേ ഹാവ് നോട്ട് ഇൻട്രസ്റ്റഡ് വിത്ത് യുവർ ബിസിനസ്. നമ്മളായിട്ട് കണക്ട് ചെയ്ത ഓഡിയൻസിനെയും കണക്ട് ചെയ്യാത്ത ഓഡിയൻസിനെയും കൊടുക്കാം. കണക്ട് ചെയ്ത ആളുകളെ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും കൂടെ എന്ത് ചെയ്യും, റീടാർഗറ്റ് ചെയ്യും. ലൊക്കേഷന്, ഓഡിയൻസ് അതൊക്കെ സെയിം ആണ്, അതിലൊന്നും മാറ്റങ്ങളില്ല. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്തു, ആഡ് സെറ്റ് കൊടുത്തു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇവിടെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ രസം എന്താ വെച്ചാല് നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്യണ്ട, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരില്ല. ഇവിടെ എന്ത് ചെയ്തു, കറോസൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗിന്റെ പ്രൊഡക്റ്റ് ഇല്ലേ, അത് ഇവിടെ എന്ത് ചെയ്യും, കറോസലായിട്ട് ഓട്ടോമാറ്റിക്കലി വരും. സിംഗിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കാറ്റലോഗിന്റെ പ്രൊഡക്റ്റ് ഇവിടെ സിംഗിൾ ആയിട്ട് വരും. മനസ്സിലായോ? ഇത് നമുക്ക് എഡിറ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാ, ക്രോപ്പ് ചെയ്യാനോ ഫ്രെയിം ചെയ്യാന് അല്ലെങ്കിൽ കാറ്റലോഗ് ഇൻഫർമേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റൂല, കാരണം ഓൾറെഡി നമ്മുടെ കാറ്റലോഗ് ഒരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തതിൽ കാറ്റലോഗ് വെച്ചിട്ടുണ്ട്. ആ കാറ്റലോഗിലുള്ള പ്രൊഡക്റ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ക്യാമ്പയിൻസും കാര്യങ്ങളും ചെയ്യേണ്ടത്. സംഭവം കിട്ടിയോ?
ഇവിടെ ആക്ഷൻ ബട്ടൺ ഉണ്ട്, ഷോപ്പ് നൗ എന്നൊക്കെ ഉള്ളതുണ്ട്. പിന്നെ പ്രൈമറി ടെക്സ്റ്റും ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ വരുന്നത് ഡെസ്റ്റിനേഷൻ വരുന്നുണ്ട്. ഈ ഷോപ്പ് നൗ എന്ന് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ പർച്ചേസിങ്ങിനും പോകണം എന്നുള്ളത്. ഇവിടെ അഡ്വാൻറ്റേജ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, മാനുവലും ഉണ്ട്. അഡ്വാൻറ്റേജ് ഡെസ്റ്റിനേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് ആ മൊബൈൽ ആപ്ലിക്കേഷന് കൊടുക്കാം. ഡീപ് ലിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത ഡീപ് ലിങ്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ആപ്പ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് കൊടുക്കണ്ട. അതുപോലെ ആൻഡ്രോയിഡിനും ഉണ്ട്, iOS-നും സെപ്പറേറ്റ് ആയിട്ടാവും. പിന്നെ വിൻഡോസ് ഡീപ് ലിങ്ക് ഉണ്ട്, അതായത് വിൻഡോസ് സ്റ്റോറിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ലിങ്ക് കൊടുക്കാം. ഇതെന്തിനാന്ന് ചോദിച്ചാല് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനോ നമുക്ക് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷനിലൂടെ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവുമല്ലോ, ആപ്ലിക്കേഷനിൽ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണത്. മനസ്സിലായോ? ഹലോ, ഓക്കെ, സംഭവം മനസ്സിലായോ? പിന്നെ ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് അല്ലാതെ മാനുവൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവൽ ആയിട്ട് ഇവിടെ കൊടുക്കാം. ആപ്പ് ആണെങ്കിൽ ആപ്പ്, വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ് നമുക്ക് ഉള്ളെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വെബ്സൈറ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ടാവും, ഒരു വെബ്സൈറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്തപ്പോൾ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പ്രൊഡക്റ്റിന്റെ ഇ കൊമേഴ്സ് ലിങ്ക് ഏതാണ് കൊടുത്തത്, ആ വെബ്സൈറ്റിലേക്കാണ് കയറുക, ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സെഷനിൽ പോകും. ഇതിനി കറോസലാണെങ്കിലോ, കറോസലാണെങ്കിൽ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കുക. മൾട്ടിപ്പിൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഒരു 5 പ്രൊഡക്റ്റ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. 5 പ്രൊഡക്റ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുള്ളൂ, കാണിക്കുള്ളൂ. നമ്മളിപ്പോ 100 പ്രൊഡക്റ്റ് ഉണ്ട് വെച്ചാൽ 100 പ്രൊഡക്റ്റും ഇവിടെ കാണിച്ചോളുന്നില്ല, 5 പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കുള്ളൂ. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റലോഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ക്യാമ്പയിൻസും കാര്യങ്ങളും റൺ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോ പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റും, ഹോട്ടൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ, ടൂറിസ്റ്റ് പാക്കേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇവിടെ സെറ്റ് ചെയ്യാം. അസറ്റ് ക്രിയേറ്റിന്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, കൊമേഴ്സ് അക്കൗണ്ട് അക്കൗണ്ട് വേണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ആ അക്കൗണ്ടിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, അതായത് നമ്മൾ സ്റ്റോർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ആൻഡ് സെയിൽസ്മാൻ ചെക്ക്ഔട്ട് ആക്സസ് എക്സ്പോർട്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പേജും കാര്യം വെച്ചിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ അതിന് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഒരു കാറ്റലോഗും സെറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഓൾറെഡി എന്തുണ്ട്, കാറ്റലോഗ് ഉണ്ട്. പുതിയ കാറ്റലോഗ് ചെയ്യണമെങ്കിൽ ചെയ്ത് വേണ്ട. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റോർ ക്രിയേറ്റ് കൊടുത്തു, ഇവിടെ കാറ്റലോഗിന്റെ പേര് കൊടുത്തു, കാറ്റലോഗിൽ എന്ത് ചെയ്യാം, പ്രൊഡക്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കൊമേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് കൊടുക്കുക. ജസ്റ്റ് പേര് കൊടുക്കാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് അതിന്റെ വെബ്സൈറ്റ് ഉണ്ടാവും, ചെക്ക്ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള വെബ്സൈറ്റ്. ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റഗ്രാമിൽ ഇതിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ചെക്ക്ഔട്ട് അനദർ വെബ്സൈറ്റ്. അപ്പൊ ഇതിനായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇപ്പൊ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മള് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, അൻവർക്ക പറഞ്ഞില്ലേ, ഒരു പ്രൊഡക്റ്റ് ബട്ടൺ വന്നത്, അതൊക്കെ ഇതിനായിട്ടാണ് ഇനി കണക്ട് ചെയ്യുക. ഇതാണ് അതിന്റെ മെയിൻ ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ ചെയ്യുക, ചെക്ക്ഔട്ട് ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ചെക്ക്ഔട്ട് ഒന്നും ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. അതല്ലെങ്കിൽ ചെക്ക്ഔട്ട് അനദർ വെബ്സൈറ്റിൽ നിന്നാണ് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക. നമുക്ക് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക, അതല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ഷോപ്പിഫൈ ഏതെങ്കിലുമൊക്കെ ഒന്ന് ലിങ്ക് ചെയ്ത് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ചെക്ക്ഔട്ട് മെസ്സേജ് വാട്സപ്പ് കൂടെ ചെക്ക്ഔട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ നേരെ വാട്സപ്പിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. 2 രീതിയിലുണ്ട്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. അതിലൂടെ എന്ത് ചെയ്യുക, ചെക്ക്ഔട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഷോപ്പിഫൈ പോലത്തെ പേയ്മെന്റ് മെത്തേഡ് വെച്ചാണ് ചെയ്യുക. അതും അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് എന്ത് ചെയ്യുക,
ഈ ഒരു സംഭവം ഉള്ളത് നമ്മുടെ നാട്ടിലില്ല കേട്ടോ. കാരണം ഇത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്ക് നമ്മള് ഗൂഗിൾ പേ പോലെ ഫേസ്ബുക്ക് പേ ഉണ്ട്. അപ്പൊ അത് ആക്റ്റീവ് ആയ സ്ഥലത്താണ് എന്ത് ചെയ്യുള്ളൂ, ഈ മെസ്സഞ്ചർ കൂടിയും ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ കൂടി പേയ്മെന്റ് ഒക്കെ നടത്തി ഇതുപോലെ പേയ്മെന്റ് നടത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ആ അക്കൗണ്ട് കാര്യമൊക്കെ വേണം. അത് നിലവിൽ US എന്ത് ചെയ്യുള്ളൂ, ഇത് അവൈലബിൾ. US ബാങ്കിലൊക്കെയാണ് അത് ആക്സസ് ഉള്ളൂ. നമുക്കിവിടെ രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്, നമുക്ക് വേണം വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വരും. ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് പോകും. അതല്ലെങ്കിൽ ചെക്ക്ഔട്ട് മെസ്സേജ് കൊടുത്ത് മെസ്സഞ്ചർ എന്ത് ചെയ്യുക, മെസ്സഞ്ചർ വാട്സപ്പിലേക്ക് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കാറ്റലോഗ് കൊടുക്കുക. കാറ്റലോഗിന് നമുക്ക് ഒരു പേരും കൊടുക്കാം, പ്രൊഡക്റ്റ് അറൂസ് വെഡിങ് ഹബ് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, കുറെ പേരുണ്ടായതുകൊണ്ട് അത് കൊടുത്തു. അതുപോലെ ചെക്ക്ഔട്ട് മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അടിച്ചു. ഇവിടെ ബിസിനസിന്റെ ഇമെയിൽ ID കൊടുക്കുക. ബൈ സബ്മിറ്റ് ഷോപ്പ് റിവ്യൂ ആൻഡ് അഗ്രി സെല്ലർ അഗ്രിമെന്റ് സബ്മിറ്റ് അടിച്ചു. കറന്റ്ലി അവൈലബിൾ ഓർ യുവർ റീജിയൻ ഷോപ്പ് ആർ നോട്ട് കറന്റ്ലി അവൈലബിൾ. നമ്മുടെ റീജിയനിൽ അവൈലബിൾ അല്ല. UAE നിങ്ങൾ UAE എന്തെങ്കിലും ഇ-കൊമേഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടോ? അതിലെന്തുണ്ടാവും അറിയോ? ഷോപ്പ് നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമില്. ഇവിടെ ഇല്ലേ എല്ലാരും? ഹലോ, പോയോ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഉള്ളത് ഞാൻ അറിയില്ല. ഇൻസ്റ്റഗ്രാമിലേ നമ്മളെ ഇന്ത്യയിൽ അവൈലബിൾ അല്ല, UAE ഇൻസ്റ്റഗ്രാം ഷോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതന്നെയാണ് ഈ ഫേസ്ബുക്ക് ഷോപ്പിലേക്ക് വരുന്നത്. അത് അപ്പോ ആ ഷോപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയാം, ഒരു പേജ് തന്നെ സെപ്പറേറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാം അപ്പൊ നമുക്കിപ്പോ ഇതിനോട് കാര്യമില്ല എന്നർത്ഥം. ഇവിടെ നമുക്ക് കാറ്റലോഗും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാം, അത് വെച്ച് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഷോപ്പ് പറഞ്ഞ സാധനം ഉണ്ട്, എന്താ ഫേസ്ബുക്ക് ഷോപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഷോപ്പ്, ആ സാധനം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയില് അത് കൺവേർട്ട് ആക്കി കൂടെ ഇങ്ങനെ കൊടുത്താണ്ട് അതൊക്കെ പറ്റും. ക്ലിക്ക് അത് ചെയ്യുമ്പോ പറ്റും, അത് പറ്റും. ഈ ഷോപ്പ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാ അറിയോ? ഞാൻ നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാം. അതിന് വേണ്ടി ഇത് തുറന്നത്. അത് ഇതിന്റെ ഒരു ക്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്തോ പേര് എന്താണ്, എന്താണ് UAE ആൾക്കാരത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഷോപ്പ് അടിച്ചിട്ടുണ്ടോ അവിടെ മനസ്സിലാവും. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ UAE അതുപോലെ എന്താ UAE UAE ഇ-കൊമേഴ്സിന്റെ ഏത് വെബ്സൈറ്റും ടീമിന്റെ ഇൻസ്റ്റാഗ്രാം എടുത്താല് ഇങ്ങനെ ബട്ടൺ കാണാം, വ്യൂ ഷോപ്പ്. നമ്മുടെ ഇന്ത്യയിലുള്ള ചില ടീമിനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതെന്ത് സംഭവം എന്ന് വെച്ചാല് ഓല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടത് എന്താണ്, നമ്മുടെ ഇന്ത്യയിലല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല. ഇത് കാണുന്നുണ്ടോ? വേറെ ഒരു ക്ലയന്റ് ഉണ്ട് അവിടെ കോഴിക്കോടുള്ള ഒരു ടീമുണ്ട്. ഓല് ചെയ്തു ഓല് വേറെ UAE അവിടെ പുറത്ത് ഇവിടെ അഡ്രസ്സിൽ എന്താ സെറ്റ് ആക്കിയാൽ ചെയ്തിട്ടാണ്. ഓലെ ഇതിന്റെ പേര് ഇപ്പൊ എന്താ അറിയാം, വെഡ്ഡിങ് സൂട്ടിന്റെ ടീമാണ്. കോഴിക്കോടാണല്ലോ. എന്താണ് അവരുടെ ബ്രാൻഡ് നെയിം ഇപ്പൊ എന്താണ്, സെർച്ച് ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാം ഷോപ്പ് എന്താന്ന് നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അത് സാധനം നമ്മളവിടെയൊക്കെ വന്നു കഴിഞ്ഞാലേ ഓഷോ ഈ പേരുണ്ടായിരുന്നു.
ഇതിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇതിപ്പോ കാണിച്ചു തരാന്ന് വെച്ചാലേ ഇവരെ മൊബൈലിലാണ് ഇത് കാണാം. ഞാൻ സ്ക്രീൻ എന്ത് ചെയ്യാം? ഇപ്പൊ ഓക്കെ ഇത് കണ്ട കാണുന്നുണ്ടോ? ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അന്ന് ഞാനേ ഇതിന്റെ ലിങ്ക് ഒന്ന് ഇട്ടുതരാം. ഞാനേ ഇതിന്റെ ലിങ്ക് ഇട്ടുതരാം. എന്താ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പൊ അതിലേ ഷോപ്പ് നൗ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുക്കണോ? നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താ അതില് ഷോപ്പ് ഷോപ്പ് എന്നുള്ള ബട്ടൺ കണ്ട അപ്പൊ ഓട്ടോമാറ്റിക് ഒരു വെബ്സൈറ്റ് പോലെ സംഭവം വന്നാണ്ടാവും. ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിൽ കാണാം. അതിൽ കാറ്റഗറി കാണാം, സെർച്ച് ചെയ്യുക, ഓരോ ഏത് പ്രൊഡക്റ്റും എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ, അതിന്റെ എല്ലാ സാധനങ്ങളും കാണാൻ പറ്റും. കണ്ടോ? ഇതൊക്കെ ഇതില് നമ്മൾ കൊടുക്കണ്ടേ? ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കാറ്റലോഗിൽ ഇത് സെറ്റ് ചെയ്ത് സ്റ്റോറിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ നിന്ന് എന്ത് ചെയ്യാ, നമുക്ക് കാർട്ട് ഇടാ, പർച്ചേസ് ചെയ്യാം, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിപ്പോ ട്രാവൽസിന്റെ പാക്കേജ് ഇങ്ങനെ ചെയ്യാം, പ്രൊഡക്റ്റുള്ള ഏതൊരാൾക്കും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കല്ലേ? നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ പ്രൊഡക്റ്റ് ഇങ്ങനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? നമുക്ക് ഒരാൾ വിളിച്ചിട്ട് ഏതൊക്കെയാണ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഈ ഒരു ലിങ്ക് ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ആണ് കൊടുത്താൽ മതി. നമുക്ക് എല്ലാ പ്രൊഡക്റ്റും ഐഡന്റിഫൈ ചെയ്യാം, നമ്മൾ പുതിയ ബാനർ കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കാം, കാറ്റഗറൈസ് ചെയ്യുക. അതിന് എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട അതിന് ക്ലിക്ക് ചെയ്യുക, അതിന് കൺഫേം ചെയ്തിട്ട് വ്യൂ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, പല വെബ്സൈറ്റിക്ക് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സെഷനിലേക്കാണ് പോയത്. കണ്ടോ? സംഭവം കിട്ടിയില്ലേ? ഡിസ്ക്രിപ്ഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ ഇതുകൊണ്ട് പറ്റും. പക്ഷെ അതിൽ ഈ ഷോപ്പിംഗ് എന്നുള്ള സംഭവത്തിന്റെ പ്രശ്നം എന്താ വെച്ചാല് നേരെ അവരുടെ സൈറ്റിലേക്ക് പോകുന്നുണ്ടോ? പല വ്യൂവിലുള്ള ഫോട്ടോസ് ഉണ്ട്. ഇതിപ്പോ യുകെയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സൈറ്റിലേക്ക് പോവാതെ ഇവിടെ തന്നെ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യാം. കാരണം ഇൻസ്റ്റഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട്. അത് നമ്മളവിടെ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒന്നുകിൽ നമ്മളെ വെബ്സൈറ്റ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇനി മെസ്സഞ്ചർ കൊടുക്കുക. നമ്മൾ വാട്സപ്പ് ഏതെങ്കിലും ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിക്ക് എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് പോലെ ഇഷ്ടപ്പെട്ടുകാണ്ട് ആ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഈ ആളെ നമ്പറും കിട്ടും. നമ്മളെ വാട്സപ്പിൽ ഒരു ഓട്ടോമാറ്റിക് ചാറ്റ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അതിന്റെ പേയ്മെന്റും കാര്യം പോകുന്ന സിസ്റ്റത്തിൽ കൊണ്ടുപോകാം. കസ്റ്റമർ അവിടെ കൺവേർട്ട് ചെയ്തെടുക്കും. ഒരു എൻക്വയറി നമുക്ക് ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളതിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്തെടുക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ രൂപത്തില് നമുക്ക് കാറ്റലോഗ് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ആക്സസിബിൾ ഉള്ളത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാറ്റലോഗ് സെറ്റ് ചെയ്യുക, അത് വെച്ച് ക്യാമ്പയിൻ ചെയ്യുക. കാരണം ഇവിടെ അഡ്വർടൈസ് സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, ഇവിടെ നമുക്കൊരു ചെറിയ ക്യാമ്പയിൻ ആയിട്ട് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മളെ ആഡ് മാനേജറിൽ പോയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാം. സംഭവം കിട്ടിയോ? അതൊക്കെ ഇപ്പൊ വന്നതാണ് അതോ മുമ്പേ ഉണ്ടോ? ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ട്. ഇതൊന്നും ആരും ചെയ്യലില്ല, സത്യമാണ്. ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴൊന്നുമല്ല. ഇവിടെ നമ്മളെ കൺട്രി ഒന്ന് മാറ്റി കൊടുത്ത് ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതും ചെയ്യാൻ പറ്റും.
യൂണിറ്റ് നമ്മളെ അഡ്രസ്സ് മാറ്റി കൊടുത്താലേ, അതായത് ഇന്ത്യയില് കുറെ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ചില സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇപ്പൊ നമ്മൾ സ്റ്റോർ നമ്മൾ കാറ്റലോഗ് ഇംഗ്ലീഷ് UAE കൊടുത്തിട്ടുള്ളത്. കാറ്റലോഗ് അതുപോലെ ബിസിനസ് അസറ്റ്. ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് വെബ്സൈറ്റും കാര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതൊക്കെ അടിപൊളി പരിപാടിയാണ്. പക്ഷെ നമ്മളിവിടെ ഒന്നും ആരും അങ്ങനെ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തൂല എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ക്ലൈം, ഷോപ്പ് കൗണ്ടർ, ലൊക്കേഷൻ, വെബ്സൈറ്റ്, ഫോൺ നമ്പർ. ഈ ഒരു പ്രൊഡക്റ്റ് ഇത് വെച്ചിട്ടേ നമുക്ക് മറ്റേ മാർക്കറ്റ് പ്ലേസ് ഇല്ലേ ഫേസ്ബുക്കില്. ഹലോ ഹലോ പോയോ? ഇത് വെച്ചിട്ടേ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാ ഒരുപാട് പരിപാടി ഉണ്ട്. നമുക്ക് അവിടൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, പാക്കേജസ് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ നമുക്ക് അവിടൊക്കെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ മാർക്കറ്റ് പ്ലേസിലേ ഇതൊക്കെ ഞാൻ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭയങ്കര ചൂടുള്ള സീസണിൽ എന്ത് ചെയ്താണ് റീസെല് ചെയ്ത പ്രൊഡക്റ്റാ. 4000 സംതിങ് രൂപ എങ്ങാനും എനിക്ക് ഇതിന് പ്രോഫിറ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ സാധനം വിറ്റിട്ട്. ഇത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിക്ക് ഓർഡറിന്റെ ഡീറ്റെയിൽ കൊടുത്താൽ മതി. ഇതിന് 100-150 എനിക്ക് പ്രോഫിറ്റ് തരുമോ? കണ്ടമാനം വിറ്റുകൊണ്ട് സീസണിൽ. ഇരുന്നാൽ തന്നെ ഇപ്പൊ കൊറേ ലിങ്ക് ഇട്ടാണ്ട് പൈസ ഉണ്ടാക്കല്ലേ. അത് നമ്മുടെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാ, ഇങ്ങനെ പല സംഭവങ്ങളും ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്. ഇങ്ങനെ ചെയ്യുന്ന കുറെ ടീമുണ്ട് വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. കുറെ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് റീസെല് ചെയ്താൽ മതി, നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പല വഴികളുണ്ട്. നമ്മളെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, പല പരിപാടി നടക്കും. ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഇതൊക്കെ ഞാൻ അന്ന് ആഡ് ചെയ്ത പ്രൊഡക്റ്റ്, അത് 492 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ ഞാന് അങ്ങനെ പല പ്രൊഡക്റ്റ് ആക്കിയാണ്ട് എന്താ മാർക്കറ്റ് പ്ലേസിലും അതിലും ഇതിലൊക്കെ പണ്ട് വിറ്റിനു. ഇപ്പോഴൊന്നുമല്ല, സ്മാർട്ട് വാച്ച് ഒക്കെ ഇറങ്ങിയ സമയത്ത് വിറ്റ സാധനമാണ് അതൊക്കെ. കിഡ്സ് സ്കൂൾ ബാഗൊക്കെ കൊറോണ മുന്നേ. ഇതൊക്കെ കൊറോണയുടെ മുമ്പൊക്കെ കുറെ മുമ്പാണ്. അതൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ച സമയങ്ങളിലേ അതിന്റെ ഡീറ്റെയിലും കാര്യമൊക്കെ കൊടുത്തുകൊണ്ട് ആഡ് ചെയ്തതാണ്. എന്നിട്ട് കുറെ ഓർഡർ ചെയ്യുന്നു. പിന്നെ ഇതൊന്നും മൈൻഡ് ആക്കാതായതാ. ഇത് വേണ്ടവർക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ വെബ്സൈറ്റിൽ പല ഡീറ്റെയിലും കാര്യം കൊടുത്തുകൊണ്ട് ഓർഡർ ചെയ്ത പോലെ പേർക്ക് സാധനം എത്തിക്കോളും. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, ആ കമ്പനി നമുക്കുള്ള പൈസ ഒരു 10-15 ദിവസം കൊണ്ട് 2 ആഴ്ച കൊണ്ട് നമുക്ക് അയച്ചു തരും. അതിന്റെ നമ്മളുടെ പ്രോഫിറ്റ് കറക്റ്റ് വരുമോ? കറക്റ്റ് വരും. അത് കമ്പനി അതാ. ഇതൊക്കെ മീഷോയുടെ പ്രൊഡക്റ്റ്. മീഷോ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആമസോണിൽ അതിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലൊക്കെ പൈസ കറക്റ്റ്. ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഉണ്ട്. ആമസോണിന്റെ പ്രശ്നം എന്താ വെച്ചാല് 2% മുതൽ 15% വരെ മാക്സിമം ഒരു 4-5% ലാഭം കിട്ടുള്ളൂ. ചെറിയ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ബൾക്കായിട്ട് പർച്ചേസിങ് നടക്കണം നമ്മുടെ ലിങ്ക് കൂടെ. ഏറ്റവും സുഖം ആമസോണും ഫ്ലിപ്കാർട്ടും. നമുക്ക് അതിന്റെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും അറിയണ്ട. അതിൽ കൂടെ ആര് പർച്ചേസ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും.
യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്. നല്ല പൈസ ഓരോ ഉണ്ടാക്കി പ്രൊഡക്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ പരിചയപ്പെടുത്തിക്കൊണ്ട് വെച്ചിട്ട് താഴെ കാണുന്ന ലിങ്ക് കയറി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഓഫറിലൂടെ എന്നൊക്കെ പറയും. അതിൽ എത്ര ആൾക്കാർ പർച്ചേസ് ചെയ്യും? അതിന്റെ എന്തായാലും 2% മുതൽ ഒരു 5%, 10% അവർക്ക് പ്രോഫിറ്റ് കിട്ടും. ഓരോ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കും. എന്തായാലും 2-3% എന്തായാലും കിട്ടും. അപ്പൊ എത്ര നല്ല സംഖ്യ ഉണ്ടാക്കാമില്ലേ. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ നമ്മള് പറഞ്ഞു വന്നെന്താ വെച്ചാല് കാറ്റലോഗ് സെറ്റ് ചെയ്യുക, അതുപോലെ സ്റ്റോർ സെറ്റ് ചെയ്യുക. സ്റ്റോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് ചെയ്യും? ഈ സ്റ്റോർ ഇപ്പൊ നമ്മള് കൺട്രി മാറ്റിയത് കൊണ്ട് നോക്കാം. നമുക്ക് കൺട്രി മാറ്റി കഴിഞ്ഞാല് നമുക്ക് സ്റ്റോർ സെറ്റ് ചെയ്യാൻ പറ്റുമോ? സെറ്റിങ്സ് മാറിയിട്ടില്ല അല്ലേ? ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണ്ടല്ലോ, അതിപ്പോ നമ്മളൊരു പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട ഒരു ഇത് അത്യാവശ്യം എൻക്വയറി വരും എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് തോന്നിയാൽ ആ സാധനത്തിന്റെ ലിങ്ക് നമ്മൾ എടുത്താണ്ട് നമ്മളെ പേജിലൂടെ എങ്ങനെയാണ് ഇപ്പൊ ചെയ്യല് ഇപ്പൊ ഇതിൽ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആമസോൺ അല്ലേ? ഏത് ആമസോണോ ഫ്ലിപ്കാർട്ടോ? അത് നമുക്കൊരു അഫിലിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. ആദ്യം അഫിലിയേറ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിന്ന് അഫിലിയേറ്റ് അക്കൗണ്ട് പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ലിങ്ക് എടുക്കേണ്ടത്. അല്ല സാധാ പ്രൊഡക്റ്റിന്റെ ഷെയർ ബട്ടണിൽ പോയിട്ടല്ല. അതിപ്പോ ആമസോണിൽ പോയാണ്ട് ആമസോണിൽ അഫിലിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം. അതിൽ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ അതിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഉണ്ടാവും, കാറ്റഗറി ഉണ്ടാവും. അതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് നമുക്ക് റീസെൽ ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ലിങ്ക് തരും. ആ ലിങ്ക് ആണ് എന്ത് ചെയ്യേണ്ടത്? ഷെയർ ചെയ്യേണ്ടത്. ആ ലിങ്ക് ആയിട്ടും അതിന്റെ ഇമേജ് ആയിട്ടും ആഡ് ആയിട്ട് കിട്ടും. നമുക്ക് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് അതിന്റെ ആഡ് കൊണ്ടിട്ടാൽ എന്ത് ചെയ്യാ? എന്താ ഇപ്പോ ഞാൻ അതൊന്ന് ചെയ്തില്ല, നോക്കട്ടെ. അക്ഷയ മലപ്പുറം അപ്പോ അത് ചെയ്ത് കഴിഞ്ഞാലേ നമ്മള് വെബ്സൈറ്റിൽ ഈ പരസ്യങ്ങൾ വരുമല്ലോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാ? സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പ്രൊഡക്റ്റ് ഇത് അവിടെ ഒന്ന് ആയിട്ടില്ല. ഇവിടെ ഞാൻ മുമ്പൊന്ന് സാമ്പിൾ കൊടുത്തിരുന്നു, കാണാനില്ല. നമ്മളിവിടെ ആഡ് കൊടുത്തേ നമുക്കൊരു കോഡ് ഇട്ടു. ആ കോഡ് കൊണ്ടിട്ടാല് ആമസോണിന്റെ ആഡൊക്കെ ഇവിടെ റൺ ആയിക്കൂടും. അപ്പൊ അതിന് കൂടെ ആര് കയറി പർച്ചേസ് ചെയ്താലും എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ ഇത് കിട്ടും. മനസ്സിലായോ? ഹലോ, പോയോ? അല്ല, അതെങ്ങനെ ഇവർ കൊടുക്കുന്നത്? അത് ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആണെങ്കിൽ സെല്ലർ അക്കൗണ്ട്, സെല്ലർ അല്ല, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അക്കൗണ്ട് ഉണ്ട്. അഫിലിയേറ്റ് അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അത് പ്രൊമോട്ട് ചെയ്യുന്ന കമ്മീഷൻ ആയിട്ടാ? എങ്ങനെയാ അത്? ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അഫിലിയേറ്റ് മാർക്കറ്റിന് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിന് അത് കൊടുക്കുക. അപ്പൊ അതിൽ എത്ര പെർസെന്റേജ് ആണ് അവർക്ക് കമ്മീഷൻ കൊടുക്കണം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അതിന് പെർസെന്റേജ് അവർക്ക് പോകും. അപ്പൊ ഏത് പ്രൊഡക്റ്റ് വിറ്റാലും ഇപ്പൊ അവർക്ക് കിട്ടൂലേ അതിൽ കൂടെ? അത് ഓരോ പ്രൊഡക്റ്റിനും ഒരു പെർസെന്റേജ് കണക്കുണ്ട്. ചിലതിന് 1% ഉണ്ടാവും, ചിലത് തീരെ പ്രോഫിറ്റ് ഇല്ലാത്തുണ്ടാവും, ഒന്നും കിട്ടാത്തുണ്ടാവും, കിട്ടുന്നുണ്ടാവും. അപ്പൊ നല്ല ഇപ്പൊ ഈ ഹോം അപ്ലയൻസസ് വീട്ടുപകരണ സാധനങ്ങൾ ഉണ്ടല്ലോ, ഹോം അപ്ലിക്കേഷൻസും കാര്യങ്ങളും, അതിനൊക്കെ നല്ല പ്രോഫിറ്റ് ആണ്. അപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ പോലെ ഈ ലേഡീസിന്റെ ഫാഷൻ സാധനങ്ങള്, ഇവരെ ഫാഷൻ ഡ്രസ്, അതുപോലെ മാർജിൻ കൂടുതൽ കൊടുക്കും. മാർജിൻ ഉള്ളത് കൂടുതലുള്ളത് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതുപോലെ ആ ലിങ്ക് എടുക്കുക. ലിങ്ക് എടുത്ത് വാട്സപ്പ് കൂടെ ഫേസ്ബുക്ക് കൂടെ കൂടി വേണമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പൊ അതിലൂടെ ആര് കയറി പർച്ചേസ് ചെയ്തോ
അതൊക്കെ നമ്മുടെ പേരിലൂടെ നമുക്ക് അത് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. എത്ര ആൾ കയറി, എത്ര ആൾക്കാർ പർച്ചേസ് ചെയ്തു ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പൈസ നമുക്ക് കയറും. ഇവർക്ക് കസ്റ്റമർക്ക് MRP മാറ്റം വരില്ലല്ലോ? ഇല്ലല്ല, ഓൽക്കായിട്ട് മാറ്റമൊന്നുമില്ല. ലാഭത്തിന്റെ അതിന്റെ ശതമാനം ഡീറ്റെയിൽ ഒക്കെ ഓല് കൊടുത്ത അതേമാതിരി ഒക്കെ അറിയില്ലേ, ഡിസ്ക്രിപ്ഷനും പ്രൈസും കാര്യങ്ങളൊക്കെ. ഒക്കെ സാധാരണ ഓല് കയറി കാണാണ്ട് അതേമാതിരി ഒരു മാറ്റം ഉണ്ടാവില്ല. അത് നമ്മളെ ലിങ്കിൽ കൂടെ കയറിയത് കൊണ്ട് അത് പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു കമ്മീഷൻ കിട്ടും. അത് നമ്മളെ ലിങ്കിലൂടെ എന്നുള്ള കസ്റ്റമർക്ക് മനസ്സിലാവില്ലല്ലോ. കസ്റ്റമർക്ക് മനസ്സിലാവില്ല, അവർക്ക് ആമസോണിന്റെ ലിങ്ക് അല്ലേ. അങ്ങനല്ല, യൂട്യൂബ് നമ്മളെ വെബ്സൈറ്റിലാണ് ആ ലിങ്ക് നമ്മൾ ചെയ്തതെങ്കിലേ. നമ്മുടെ വെബ്സൈറ്റിലാണ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ആമസോണിന്റെ പരസ്യക്കാരൻ വരിക. അതിപ്പോ ക്ലിക്ക് ചെയ്ത പോലെ ആമസോണിക്കല്ലേ പോവാ, നേരെ ആമസോണിക്കലും പോവായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സംഭവം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ഓഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ നല്ല പരിപാടിയാണ്. നമുക്ക് ഓഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എട്ടേനാപ്പല്ലേ? പരിപാടി ഉണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മള് ക്യാമ്പയിൻസ് കഴിഞ്ഞു കേട്ടോ. ക്യാമ്പയിൻസ് ഇപ്പൊ നമ്മള് എവിടെ കൊടുന്ന് വെച്ചാൽ ഇരിക്കുക മാഷേ. നമുക്ക് ഈ ഫേസ്ബുക്ക് ഇപ്പൊ ഫിനിഷ് ആയില്ലേ. ഇനിയിപ്പോ ഫേസ്ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്യാമ്പയിൻസും ഒക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരൊറ്റ ഇരുത്തത്തിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫിനിഷ് ചെയ്യുക. ഞാൻ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഇതിൽ ഇത്ര തന്നെ ഉള്ളൂ. മിഞ്ഞാന്നത്തെ ആ ക്ലാസ്സും ഇന്നത്തെ ക്ലാസ്സും ഒന്ന് വിടിട്ടോ. ഓക്കെ, വിടുന്നുണ്ട്. അപ്പൊ ഇതിലെന്ത് ചെയ്യാ, ഇതിലിപ്പോ ഇത്ര തന്നെ അതൊക്കെ വിട്ടിട്ട് നോക്കിയാൽ മതി നിങ്ങള്. അതൊക്കെ നമ്മള് നോക്കണ്ട്. ഇവിടെ ഇതിൽ ഇത്ര തന്നെ ഉള്ളൂ. പബ്ലിഷ് കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മള് പ്രൊഡക്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിഷ് കൊടുക്കാം. അതാണ് ഇതിലുള്ളൂ, വേറെ ഒന്നുമില്ല. അത് ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്തുണ്ട്, സ്ലൈഡ് ഷോ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മളെ കാറ്റലോഗത്തെ പ്രൊഡക്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, സ്ലൈഡ് ഷോ ആയിട്ടൊക്കെ കാണിക്കും. മാറി മാറി കാണിക്കും. കനപ്പാണടാ, ഇത് മാറിയില്ലേ, ഇത് മാറി. അപ്പൊ കോട്ട് ഇങ്ങനെ മാറി മാറി, കോട്ടല്ല ഏത് ഇമേജ് ആണ് മാറി മാറി കാണിച്ചോളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻസ് ഇതിൽ അഡീഷണൽ ഉണ്ട്. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം, വെബ്സൈറ്റിലേക്ക് പോകും. ഓക്കെ, സംഭവം ഒരു ഐഡിയ കിട്ടിയില്ല. ശരിയായിട്ട് ഇനി നോക്കണം, ഓഫീസിൽ പോയിട്ടൊന്ന് ഇരുന്ന് നോക്കണം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, എന്നാല് സംഭവം സെറ്റ് ആവും. ഈ ഒരു സംഭവം വർക്ക് ചെയ്യും നോക്കട്ടെ. എപ്പോഴും ഇരിക്കണം കരുതും. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റാ. കൺട്രി നമുക്ക് ഇതിൽ കൺട്രി മാറ്റി കൊടുത്തിട്ടാണ് ചെയ്യപ്പെടുന്നത് തന്നെ. അല്ലെങ്കിൽ പിന്നെ UAE-ലോ UK-ലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം, അവിടുത്തെ അഡ്രസ്സിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒരു ബ്രാൻഡ് നെയിമില് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഇൻസ്റ്റഗ്രാം ഷോപ്പ് ഉണ്ടല്ലോ, ആ സാധനം നമുക്ക് എനേബിൾ ചെയ്യാം. ഇപ്പൊ അവിടെയുള്ള ടീമിനോട്, അവിടെയുള്ള നമ്മളെ സുഹൃത്തുക്കളോട് ക്രിയേറ്റ് ചെയ്യിച്ചാണ്ട് ഇങ്ങോട്ട് അയക്കാൻ വന്നാ പോരെ, നമുക്ക് ലിങ്ക് വാങ്ങിയാ പോരെ. നമുക്ക് യൂസർ നെയിം പാസ്വേഡും കിട്ടിയാൽ മതി. ഇപ്പൊ അല്ല, ഇപ്പൊ നിലവിലുള്ളതിൽ ഒരു പേജ് ആക്കിയാണ്ട് ഓൽക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പേജ് ഓൽക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. പേജ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ് ഇവിടുത്തെ മെയിൻ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓല് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫുൾ അഡ്രസ്സും കാര്യമൊക്കെ എന്ത് വേണം, അവിടെ UAE കൊടുക്കണം. അവിടെയാണ് പ്രശ്നമുള്ളൂ. അപ്പൊ അത് അവിടുത്തെ കൺട്രീസിനാണ് അവിടുന്ന് പെർമിഷൻ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന് ആകെയുള്ള പ്രശ്നം. നമുക്ക് എന്തില്ല, ഇവിടെ അതിന് പെർമിഷൻ ഇല്ല. അപ്പൊ അങ്ങനെ നമുക്ക് പെർമിഷൻ കിട്ടിയാലും ആ സാധനം ഇപ്പൊ അവിടുത്തെ ഇവിടെ അതിന് പർച്ചേസ് ചെയ്യാൻ കഴിയുമോ? എങ്ങനെ? ഇവിടുത്തെ അവിടുത്തെ ഒരു അക്കൗണ്ട് ടീം നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി തന്നെന്ന് കൂട്ടിക്കോളി. ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്യുമ്പോ ഇവിടുത്തെ ആ ഷോപ്പ് കാണിക്കുവോ? അത് കാണിക്കും. അത് കുഴപ്പമില്ല. ആ അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് UAE ക്രിയേറ്റ് ചെയ്ത UAE അക്കൗണ്ട് അല്ലേ, ഇവിടുത്തെ അക്കൗണ്ട് അല്ലല്ലോ. അതല്ല, ഇവിടുത്തെ ഒരാള് കാണുമ്പോ അതിൽ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കും. അതൊക്കെ നടക്കും. പിന്നെ പേയ്മെന്റിന്റെ സെഷന് എന്തായാലും നമുക്ക് ഒന്നുകിൽ വെബ്സൈറ്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മെസ്സഞ്ചർ കൊടുക്കേണ്ടി. അത് പ്രശ്നമില്ല. ഈ പറഞ്ഞ ഇവരത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തുള്ള ടീം പുറത്ത് അഡ്രസ്സിൽ ചെയ്യുന്നതുകൊണ്ടാണ്. കിട്ടിയോ? ഇതിപ്പോ നമുക്ക് കാണുന്നുണ്ടല്ലോ, നമുക്ക് ഓർഡർ ചെയ്യാനൊക്കെ പറ്റും.